Hello all, so we'll be discussing the chapter complex numbers today. നമുക്ക് ഒരു one shot video ലോട്ട് പോവാം. So നമുക്ക് ഡയറക്റ്റ് സ്ലൈഡ്സിലോട്ട് പോവാം. So എന്താണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആക്ച്വലി, why do we need this? So ഇതുപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. So x square plus 1 is equal to 0. So നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട് ഉണ്ടാവും. റിയൽ റൂട്ട് ആണോ ഇമാജിനറി റൂട്ട് ആണോ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. So actually x square plus 1 is equal to 0. നമ്മൾ എക്സിനെ 1നെ RHSലോട്ട് കൊണ്ടുപോയാൽ x square is equal to -1. So സ്ക്വയർ റൂട്ടിനകത്ത് എന്ത് വരും? നെഗറ്റീവ് വരും. സോ അതുപോലത്തെ റൂട്ടിനെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ എന്താ വിളിക്കുക, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായി പഠിക്കാൻ പോണത്. ഓക്കെ, സോ ഇവിടെ കണ്ടോളൂ. ലെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 is equal to 0. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയർ is equal to -1 എഴുതാം. ആ -1നെയാണ് നമ്മൾ എന്ത് പറയാ, അയോട്ട എന്ന് പറയാം, അല്ലെങ്കിൽ റൂട്ട് -1നെ നമ്മൾ എന്ത് പറയും, ഐ എന്നും പറയും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ എന്ന് പറയാം. സോ ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇതിന്റെ പ്രോപ്പർട്ടീസിലോട്ട് നമുക്ക് പോവാം. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതായത് ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് -1 ആണ്. സോ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ. സോ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i എന്ന് പറയാം. i⁴ എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയാം. സോ അതുകൊണ്ട് ഏതൊരു മൾട്ടിപ്പിളും നമുക്ക് ഡയറക്ട്ലി കണ്ടുപിടിക്കാം. i⁴k മീൻസ് 1, i⁴k പ്ലസ് 1, അതായത് 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ഐ ആയിരിക്കും. i⁴ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 -1, 4 multiple plus 3 which will be same as i cube minus i ആയിരിക്കും. സോ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ സ്ലൈഡ് ആണ്. നമുക്ക് ഡയറക്ട്ലി ആൻഡ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി വേറെ കുറച്ചുകൂടി കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, റൂട്ട് -a എന്ന് പറഞ്ഞാൽ റൂട്ട് a ഇൻറ്റു റൂട്ട് -1 ആണ്. ദാറ്റ് മീൻസ് റൂട്ട് ai എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് ഏതൊരു റൂട്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് a ഇൻറ്റു റൂട്ട് ബി ഡയറക്ട്ലി റൂട്ട് ab എന്ന് എഴുതാൻ പറ്റും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് either രണ്ട് എയും ബിയും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നെഗറ്റീവ് ആവാൻ പറ്റുള്ളൂ. രണ്ടും, അതായത് എയും നെഗറ്റീവായി ബിയും നെഗറ്റീവായി, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് റൂട്ട് എ ബിനെ ഡയറക്ട്ലി റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാൻ പറ്റൂല. ഓക്കെ, ഈ ഒരു കാര്യം കൂടി വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഡയറക്റ്റ് കോംപ്ലക്സ് നമ്പർ എന്താ പോവാം. അതായത് എ നമ്പർ ഓഫ് ദി ഫോം എക്സ് പ്ലസ് ഐ വൈ വെയർ എക്സ് ആൻഡ് വൈ ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ് i is equal to root -1 കൊള്ള അയോട്ട നമ്മൾ പഠിച്ചു. അതായത് z is equal to x plus i y, ഇതിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. ഇതിന് ആക്ച്വലി രണ്ട് പാർട്ട് ഉണ്ടാവും. വൺ ഈസ് റിയൽ പാർട്ട് ആൻഡ് അനദർ വൺ ഈസ് ഇമാജിനറി പാർട്ട്. ഓക്കെ, അതായത് ഐന്റെ കോഷ്യന്റ് ആയി വരുന്നതിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് വിളിക്കും. സോ ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പർ, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറയണമെങ്കിൽ ഇഫ് a plus ib is equal to c plus id, then a is equal to c ആയിരിക്കും, അതേപോലെ b is equal to d ആയിരിക്കും. ഓക്കെ, ടു കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറയാം. സോ ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. പ്രോബ്ലം സിമ്പിൾ ആയിരിക്കും, കൂടുതൽ ക്ലിയർ ആവാം. Minus of root -1 all raised to 23, that means I can write -1 into I all raised to 23 എന്ന് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റും. -1 raised to 23 എന്ന് പറഞ്ഞാൽ -1 raised to odd number, so that means I can write -1 into I raised to 23 എന്ന് പറഞ്ഞാൽ I raised to 4k plus 3 ആണ്. So that means I can write -i into -1 എന്ന് പറഞ്ഞാൽ പ്ലസ് i ആണ്. So I can write down the option C will be the answer. So that was a correct answer. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കാം. 1/i raised to 1025. 1025 എന്ന് നമുക്കറിയാം 1024 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 1/i raised to 4k plus 1. i raised to 4k plus 1 എന്ന് പറഞ്ഞാൽ എന്താ, i ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 1/i. 1/i എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക, 1/i എന്ന് പറഞ്ഞാൽ -i ആണ്. ഇതെങ്ങനെയാ കിട്ടിയെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ 1/i എന്ന് പറഞ്ഞാൽ റേഷണലൈസ് ചെയ്യുമ്പോൾ i/i ചെയ്യാം. സോ ദാറ്റ് മീൻസ് i/-1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -i. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി -i ആണ്. 1/i raised to 1025. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. x plus i raised to -35 in the form of a plus ib. ഇതെങ്ങനെ a plus ib ന്റെ ഫോമിലോട്ട് മാറ്റാമെന്ന് നോക്കാം. അതായത് i raised to -35 എന്ന് പറഞ്ഞാൽ I can write 1/i raised to 35 എന്ന് എഴുതാം. i raised to 35 എന്ന് പറഞ്ഞാൽ i raised to 4k plus 3 ആണ്. i raised to 4k plus 3 എന്ന് പറഞ്ഞാൽ i ക്യൂബ് ആണ്. i ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്. സോ I can write 1/-i. നമ്മൾക്കറിയാം 1/i എന്ന് പറഞ്ഞാൽ -i ആണ്. സോ 1/-i എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, i ആയിരിക്കും. i എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0 plus i. ഓക്കെ, കാരണം ഇവിടെ റിയൽ പാർട്ട് 0 ആണ്. സോ ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച പ്രോപ്പർട്ടീസ്. റൂട്ട് -7 ഇൻറ്റു റൂട്ട് 3. ഇവിടെ -7 ലെസ് ദാൻ 0 ആണ്, 3 ഗ്രേറ്റർ ദാൻ 0 ആണ്. രണ്ടും നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്തുള്ളൂ. സോ ഇവിടെ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാം. സോ -7 ഇൻറ്റു 3 -21. സോ റൂട്ട് 21i എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. റൂട്ട് -3 ഇൻറ്റു റൂട്ട് -5. ഇവിടെ നമുക്ക് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ വിൽ ബി റൂട്ട് 15. പക്ഷെ റൂട്ട് 15 എന്ന് നമുക്ക് എഴുതാൻ പറ്റൂല, കാരണം രണ്ടും നെഗറ്റീവ് ആണ്. സോ ഇൻ ദിസ് കേസ് വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് റൂട്ട് -3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3i ആണ് ഇൻറ്റു റൂട്ട് 5i ആണ്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 5 എത്രയാ, റൂട്ട് 15. i ഇൻറ്റു i
I square minus 1. So that means minus root 15 ആയിരിക്കും ഇവിടെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ്. ഈ രണ്ട് കാര്യം നമ്മൾ ഓർത്തു വെക്കണം. ആൻഡ് ഇവിടെ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ദെൻ ദി വാല്യൂ ഓഫ് എക്സ് y ആണ് ചോദിച്ചു. സോ 9 plus xi is equal to 3y plus 2y. ദാറ്റ് മീൻസ് റിയൽ പാർട്ടും ഈക്വൽ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് 3y is equal to 9, y is equal to 9/3, 3 ആണ്. അതേപോലെ അടുത്തതും ഈക്വൽ ചെയ്യാം. സോ y3 വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് മീൻസ് എക്സും ഫൈൻഡ് ചെയ്യണം. സോ എക്സ് is equal to 2 എന്ന് കിട്ടും ഇവിടെ ഡയറക്ട്ലി. എക്സ് 2 y3, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആൻഡ് അടുത്തത് okay, 4x plus I into 3x minus y is equal to 3 plus I into minus 6, where x and y are real numbers, then we find the value of x and y respectively. So that means ഇവിടെ x ന്റെ y ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആദ്യം 4x അങ്ങനെ തന്നെ എഴുതാം. 4x plus 3x into y, I can write 3xi. Then what I can write it I into minus y, so minus yi is equal to 3 minus 6i എന്ന് എഴുതാം. സോ ഇവിടെ എനിക്ക് റിയൽ പാർട്ടും ഈക്വൽ ചെയ്യണം. സോ ദാറ്റ് മീൻസ് 4x ഉം 3 ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് 4x is equal to 3 എന്ന് എഴുതാം. x is equal to 3/4 എന്ന് എഴുതാം. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. x is equal to 3/4 ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് y കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. y കണ്ടുപിടിക്കണമെങ്കിൽ 3x minus y is equal to minus 6 എന്ന് എഴുതാം. x ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സോ 9/4 minus y is equal to minus 6. So that means 9/4 plus 6 is equal to y. So that means y is equal to നമ്മൾക്ക് എന്ത് എഴുതാം? 33/4 എന്ന് എഴുതാം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി തന്നെയാണ്. സോ നമ്മളൊന്ന് വെരിഫൈ ചെയ്തേ ഉള്ളൂ. ആൻസർ ഈസ് കറക്റ്റ്. സോ നമ്മൾ ഏതൊരു നമ്പർ പഠിക്കുകയാണെങ്കിലും അതിന്റെ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അതായത് അരിത്മെറ്റിക് ഓപ്പറേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. സോ സിമിലർലി ഇവിടെയും ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ അഡീഷൻ. ലെറ്റ്സ് സേ z1 is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സിമിലർലി z2 is equal to c plus id ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സോ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ z1 plus z2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും ആഡ് ചെയ്താൽ മതി. ഇവിടെ റിയൽ പാർട്ട് a ആണ്, ഇവിടെ റിയൽ പാർട്ട് c ആണ്. സോ ദാറ്റ് മീൻസ് a plus c plus then i കോമൺ ആണ് പ്ലസ് b plus d, ഇമാജിനറി പാർട്ടും ആഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. സോ ഓഫ് കോഴ്സ് അഡീഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നോക്കാം. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്ലോഷർ ലോ, അതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ദി സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ചോദിക്കും സാറേ അങ്ങനെ വരാൻ വഴിയുണ്ടോ? രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം എങ്ങനെയാ കോംപ്ലക്സ് നമ്പർ ആവാ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നോട് ചോദിക്കും 2 plus 3i z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 4 minus 3i. ഇവിടെ ഞാൻ z1 plus z2 ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് 6 അല്ലേ കിട്ടുക? ഇമാജിനറി പാർട്ട് 0 ആയി പോകും. സോ ഇത് 6 എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ലേ? ഇത് കോംപ്ലക്സ് നമ്പർ ആണോ? സോ എങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി ശരിയാവും? സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ കോംപ്ലക്സ് നമ്പർ. യെസ്, ഇത് ശരി തന്നെയാണ്. ആക്ച്വലി കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ, റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ ആക്ച്വലി 6 plus 0i ആണുള്ളത്. ഇവിടെ ഇമാജിനറി പാർട്ട് 0 എന്ന് മാത്രമാണുള്ളത്. ഇതും എന്താണ്? കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ആൻഡ് കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മൾ യൂഷ്വലി പഠിച്ചത് തന്നെയാണ്. z1 plus z2 z2 plus z1 സെയിം തന്നെയാണ്. സോ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേറ്റീവ് ലോ ഉണ്ട്. അതായത് z1 plus z2 plus z3 will be equal to z1 plus z2 plus z3. അഡിറ്റീവ് ഐഡന്റിറ്റി, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ 0 വെച്ച് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ z തന്നെയായിരിക്കും. പിന്നെ അതേപോലെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. a plus ib എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വിൽ ബി z is equal to minus a minus ib ആയിരിക്കും. സോ ദാറ്റ് മീൻസ് അതായത് അഡിറ്റീവ് ഇൻവേഴ്സും കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ ഉള്ള ആൻസർ വിൽ ബി 0. അടുത്ത ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ആക്ച്വലി അഡീഷൻ പോലെ തന്നെയാണ്. അതായത് റിയൽ പാർട്ടും തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഇമാജിനറി പാർട്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ്. പ്രോപ്പർട്ടീസ് ഓൾസോ ഡയറക്റ്റ് ആയിരിക്കും. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ സ്ലൈറ്റ്ലി വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കും z1 is equal to a plus ib ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, z2 is equal to c plus id ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും മൾട്ടിപ്ലൈ ചെയ്ത് പോരെ, ആൻഡ് ഇമാജിനറി പാർട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് ac minus bd plus i into ad plus bc എന്നൊക്കെ ഉണ്ട്. അന്ന് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി രണ്ട് കോംപ്ലക്സ് നമ്പർ എടുക്കുക. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ a plus ib into ഇത് രണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. c plus id യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേപോലെ മൾട്ടിപ്ലൈ ചെയ്തുക. a into c plus a into id. so ad i എഴുതാം. ib into c. so I can write bc into i and ib into id. I square minus 1. so I can write minus
ബി ഡി എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ റിയൽ പാർട്ടും ഒന്ന് ചെയ്തുവാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു ബി സി പ്ലസ് എ ഡി കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ. സോ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. ആൻഡ് ക്ലോഷർ ലോ അഡീഷൻ ഉള്ള പോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ വിൽ ബി എ കോംപ്ലക്സ് നമ്പർ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ സിമിലർ തന്നെ. ആൻഡ് അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്. Z1 into Z2 plus Z3 will be equal to Z1 Z2 plus Z1 Z3. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. അതായത് എ കോംപ്ലക്സ് നമ്പർ ഇൻറ്റു 1 വിൽ ബി ദി കോംപ്ലക്സ് നമ്പർ ഇറ്റ് സെൽഫ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ വിൽ ബി 1. സോ നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, സർ അഡീഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, ദെൻ വാട്ട് നെക്സ്റ്റ്? ഡെഫിനറ്റ്ലി ഡിവിഷൻ. സോ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഇല്ല. സോ ഇൻസ്റ്റെഡ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് Z1 by Z2 ചോദിച്ചാൽ വിൽ ബി ഡൂയിങ് Z1 into 1 by Z2. സോ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് രണ്ടും സെയിം തന്നെയല്ലേ? അല്ല, 1 by Z2 എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ Z1 എന്താണ് ഇവിടെ A plus IB ആണ്, Z2 എന്താണ് C plus ID. അപ്പൊ 1 by Z2 എന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി ഡൂയിങ് ഇസ് 1 plus C plus ID. ഇതിനെ നമ്മൾ റേഷണലൈസ് ചെയ്യും. റേഷണലൈസ് ചെയ്യുന്നത് എങ്ങനെയാ? C minus ID റാഷണലൈസ് ചെയ്ത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലോട്ടാക്കും. എന്നിട്ട് അത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മൾ ഡിവിഷന്റെ കേസിൽ ചെയ്യണത്. കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയി പോകും. ഓക്കെ, പിന്നെ സാധാ നമ്മൾ പഠിച്ച പോലത്തെ ഐഡന്റിറ്റീസ് ഉണ്ട്, ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ്. A plus B whole square, A minus B whole square, A plus B whole cube, A minus B whole cube. Then what else we have? A square minus B square, that is A plus B into A minus B. യൂഷ്വലി നമ്മൾ പഠിച്ച ഓൾജിബ്രൈക് ഐഡന്റിറ്റി തന്നെയാണ്. സോ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ ഇവിടെയുള്ള ചോദ്യം, ഇഫ് Z1 is equal to 5 plus 9i and Z2 is equal to 7 minus 2i, then what we have to do? Z1 minus Z2 ആണ് ചെയ്യേണ്ടത്. Z1 minus Z2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും തമ്മിൽ മൈനസ് ചെയ്തോളൂ. 5 minus 7 എത്രയാ? -2. 9 minus -2i, സോ പ്ലസ് 11i. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ ആയിരുന്നു നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് 8 minus 3i. ദാറ്റ് മീൻസ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ മാറ്റി കൊടുത്താൽ മതി. 8ന്റെ -8 plus 3i. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി. അതും ക്ലിയർ ആയിരുന്നു. ആൻഡ് അടുത്തത്, if x plus iy into 2 minus 3i is equal to 4 plus i, then the values of xy. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. സോ x into 2 I know 2x ആണ്. then x into minus 3i minus 3xi എന്ന് എഴുതാൻ പറ്റും. പ്ലസ് iy into 2 I can write plus 2yi എന്ന് എഴുതാൻ പറ്റും. പ്ലസ് iy into minus 3i എന്ന് പറഞ്ഞാൽ i square minus 1 ആയി പോയി. ഓക്കെ, -1 പ്ലസ്, സോ I can write plus 3y is equal to 4 plus i എന്ന് എഴുതാൻ പറ്റും. ഇവിടെ റിയൽ പാർട്ടും ഈക്വൽ ആണ്. റിയൽ പാർട്ടും എന്ന് പറഞ്ഞാൽ 2x plus 3y is equal to 4. ഇതാണ് ഇതിന്റെ റിയൽ പാർട്ട്. 2x 3y is equal to 4. ഇമാജിനറി പാർട്ടും ഈക്വൽ ആണ്. വാട്ട് ഈസ് ദി ഇമാജിനറി പാർട്ട് ഹിയർ? -3x plus 2y is equal to 1. ഇത് ഇത്രയും ഈക്വൽ ആണ്. സോ ഇത് രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ഇക്വേഷൻ സോൾവ് ചെയ്യണ മെത്തേഡ് നമ്മൾക്ക് അറിയാം. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ്. സോ ഇത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ചില പണിയൊന്നുമില്ല. കോവിഷ്യന്റ് സെയിം ആക്കുക. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഈസ്, ഇവിടെ ഇക്വേഷൻ നമ്പർ ഇതിനെ ഞാൻ ഇൻറ്റു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ ഇൻറ്റു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് 2 into 3 6x plus 9y is equal to 12 എന്ന് കിട്ടും. ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് -3x into 2 ഐ വിൽ ബി ഗെറ്റിംഗ് -6x plus 2y into 2 4y. okay, is equal to what I will be getting next? 1 into 2 2. ഇത് തമ്മിൽ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്താൽ ഇത് 0 ആയി പോയി. 13y is equal to 14 എന്ന് കിട്ടും. സോ y is equal to 14 by 13 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഇനി അവിടെ പോയി എക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയായിരിക്കും ആൻസർ. ഓപ്ഷൻ സി. വെരി ഈസി ക്വസ്റ്റ്യൻ. സോ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയി നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത്, ഇഫ് x plus iy all raised to 1/3 is equal to 2 plus 3i, then 3x plus 2i is equal to എന്നാണ് ചോദിച്ചത്. സോ കണ്ട ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. ഒരു കീം ലെവൽ ചോദ്യമാണെന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് തന്നത് കാര്യം അതേപോലെ എഴുതി നോക്കാം. സോ x plus iy എന്ന് പറഞ്ഞാൽ x plus iy all raised to 1/3 is equal to 2 plus 3i. നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? 3x plus 2y ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇത് ചെയ്യാം. വലിയ പണിയൊന്നുമില്ല.
ഈ ക്യൂബ് റൂട്ട് അങ്ങ് റിമൂവ് ചെയ്താൽ മതി. അത് റിമൂവ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് ഐ വൈ ഇസിക്കൽ ടു 2 പ്ലസ് 3i ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ നമ്മൾ പ്രീവിയസ് സ്ലൈഡ്സിൽ പഠിച്ചായിരുന്നു. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. സോ ദാറ്റ് മീൻസ് ഇവിടെ 2 പ്ലസ് 3i ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് 8 പ്ലസ് 3i എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് 27, ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ. സോ ഐ ഹാവ് ടു റൈറ്റ് മൈനസ് 27i പ്ലസ് 3ab. 2 into 3, 6i into 3. Okay, 6i into 3 എന്ന് പറഞ്ഞാൽ 18i into bracket I have to write 2 plus 3i. So in the next step I can write 8 minus 27i. 18 into 2i എന്ന് പറഞ്ഞാൽ plus 36i. 18i into 3i എന്ന് പറഞ്ഞാൽ minus 54. ഓക്കെ, സോ ഇവിടെ എനിക്ക് അടുത്ത ചെയ്യാനുള്ളത് 8 മൈനസ് 54 എന്ന് പറഞ്ഞാൽ മൈനസ് 46 മൈനസ് 27 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ പ്ലസ് 9i. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇവിടെ എക്സ് കിട്ടി. നമ്മുടെ റിക്വയർഡ് എക്സ് എത്രയാണ്? മൈനസ് 46. വൈ എത്രയാണ്? 9 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 3 into മൈനസ് 46 മൈനസ് 138 plus 18 minus 138 plus 18 എന്ന് പറഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ആൻസർ സി മൈനസ് 120 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത് കൊണ്ടുവന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ അത്രയും എന്തല്ല ടഫ് ഒന്നും അല്ലാത്ത. ഓക്കെ, സോ ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അടുത്തത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. സോ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഇഫ് z is equal to x plus iy is a complex number, then conjugate of z is denoted by z bar. അതായത് നമ്മൾക്ക് z is equal to x plus iy എന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ദാറ്റ് മീൻസ് z bar എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ. അതായത് ജസ്റ്റ് അതിന്റെ എന്തെടുത്താൽ മതി? സൈൻ മാറ്റിയാൽ മതി. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സൈൻ ചേഞ്ച് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ അതിൽ ഉള്ള ഒരു പ്രോപ്പർട്ടി z ബാർ ഓൾ ബാർ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എടുത്ത് അതിന്റെ ഒന്നുകൂടി കോൺജുഗേറ്റ് എടുത്താൽ നമ്മൾക്ക് കിട്ടുന്നത് ദ സെയിം കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ z പ്ലസ് z ബാർ എന്ന് പറഞ്ഞാൽ അതിലെ നെഗറ്റീവ് പാർട്ട്, അതായത് റിയൽ പാർട്ട് കട്ടായി പോകൂലേ? സോ 2 into റിയൽ പാർട്ട് ഓഫ് z ആവും. ഇമാജിനറി പാർട്ട് എന്തായി പോകും? കട്ടായി പോകും. സോ z മൈനസ് z ബാർ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് കട്ടായി പോകും. 2 into ഇമാജിനറി പാർട്ട് ഓഫ് z. സോ ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. ആൻഡ് z1 പ്ലസ് z2 ഓൾ ബാർ ചെയ്താലും, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ വേറൊരു കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്ത് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നതും എന്താണ്? സെയിം തന്നെയാണ്. സോ സെയിം ഇൻ ദി കേസ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് z is equal to z bar, z is equal to purely real, z is equal to minus z bar, z is equal to purely imaginary. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കണം. ഇത് നമ്മൾക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും. ഈ മൂന്ന് പ്രോപ്പർട്ടി, ഈ മൂന്ന് പ്രോപ്പർട്ടി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു നോട്ട് ദീസ് പ്രോപ്പർട്ടീസ്. സോ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇതൊരു അടിപൊളി ചോദ്യമാണ്, മൾട്ടിപ്ലിക്കേഷന്റെ ചോദ്യമാണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. z is equal to 2 minus 3i into 1 plus i plus 4 plus 3i, then z bar is equal to. ഓക്കെ, സോ വെരി ട്രിക്കി ക്വസ്റ്റ്യൻ. അത്രയും ട്രിക്കി അല്ല, എന്നാലും ചെയ്ത് നോക്കാം. 2 into 1 എന്ന് പറഞ്ഞാൽ z is equal to 2 into 1 2 into i plus 2i minus 3i into 1 minus 3i minus 3i into i square minus 1i, so it will be plus 3 plus 4 plus 3i ആയി പോയി. സോ ഇവിടെ ആരൊക്കെ കട്ടായി പോവും? 2 plus 3 plus 4, 2 plus 3 5 plus 4, I will be getting 9. 2i minus 3i യും plus 3i യും കട്ടായി പോയി. 9 plus 2i ആണ്. അതിന്റെ കോൺജുഗേറ്റ് ആണ് ചോദിച്ചത്. ഇത് z ആണ്. സോ z ബാർ എന്ന് പറഞ്ഞാൽ 9 minus 2i, 9 minus 2i എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ആൻഡ് അടുത്തൊരു ചോദ്യം ഉണ്ട്. z1 തന്നിട്ടുണ്ട്, ഓക്കെ, z2 തന്നിട്ടുണ്ട്. കോൺജുഗേറ്റ് ഓഫ് z1 z2 കണ്ടിട്ട് അതിന്റെ കോൺജുഗേറ്റ് കാണാൻ. സോ ദാറ്റ് മീൻസ് ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് 5i into 35 എന്ന് പറഞ്ഞാൽ മൈനസ് 65i പ്ലസ് മൈനസ് 5i into 2i, മൈനസ് 5 into 2 എന്ന് പറഞ്ഞാൽ മൈനസ് 10, i സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1, സോ അത് പ്ലസ് 10i. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആക്ച്വലി 10 minus 65 ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് z ആണ്.
ഇതും z ആണ്. സോ z ബാർ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 65i ആയിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 10 പ്ലസ് 65i. യെസ്, ഓപ്ഷൻ സി ആയിരുന്നു നമ്മുടെ ആൻസർ. സോ അടുത്തൊരു ചോദ്യം. ഓക്കെ, ഭയങ്കര ട്രിക്കിയാണ്, ഒരുപാട് ആൾക്കാർ തെറ്റിക്കും. നമ്മൾ കുറച്ചുകൂടി ജെ ലെവൽ ചോദ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. സോ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് 2i, ഇതിന്റെ കോൺജുഗേറ്റ് ആണ് എന്ത്? 1 പ്ലസ് ഐ. അതായത് ദി കോൺജുഗേറ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് 2i മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ കോൺജുഗേറ്റ് ആണ് ചോദിച്ചത്. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് 2i എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഐ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ദി കോൺജുഗേറ്റ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു 1 മൈനസ് 2i ഈസ് 1 പ്ലസ് ഐ. ഇതിന്റെ കോൺജുഗേറ്റ് ആണ്. സോ ഇതിന്റെ ഒറിജിനൽ വാല്യൂ എത്രയായിരിക്കും? 1 മൈനസ് ഐ. സോ ദാറ്റ് മീൻസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ തോന്നും, അങ്ങനെ ചെയ്യരുത്. ഡയറക്ട്ലി എക്സ് പ്ലസ് ഐ വൈ ഇസ് ഇക്വൽ ടു വി ക്യാൻ റൈറ്റ് 1 മൈനസ് ഐ ബൈ 1 മൈനസ് 2i എന്ന് കിട്ടാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി, ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. സോ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വെച്ച് മനസ്സിലാക്കാം. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള പ്രൊഡക്റ്റിന്റെ കോൺജുഗേറ്റ് ആണ് 1 പ്ലസ് ഐ. സോ ഇത് തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കും? 1 മൈനസ് ഐ. സോ ദാറ്റ് മീൻസ് 1 മൈനസ് 2i ഡിനോമിനേറ്ററിലോട്ട് വന്ന 1 മൈനസ് ഐ ബൈ 1 മൈനസ് 2i. അതാണ് ഇതിന്റെ ആൻസർ. സോ ദാറ്റ് വാസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്തത്, ഇതും നല്ലൊരു ചോദ്യമാണ്. ഇഫ് z ഈസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ്, ജെ ലെവൽ ഒരു ചോദ്യമാണെന്ന് പറയാം നമ്മൾക്ക്. z ഈസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് z സ്ക്വയർ ഇസ് ഇക്വൽ ടു z ബാർ ഓൾ സ്ക്വയർ, ദെൻ ഓപ്ഷൻസിൽ റിയൽ എന്ന് തന്നിട്ടുണ്ട്, ഇമാജിനറി എന്നൊക്കെ തന്നിട്ടുണ്ട്. സോ z സ്ക്വയർ, സോ നമ്മൾക്ക് ഇവിടെ z എന്താണെന്ന് അറിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ലെറ്റ് z ഈസ് ഇക്വൽ ടു a പ്ലസ് ഐ ബി എന്ന് കൊടുത്തോളൂ. z ഈസ് ഇക്വൽ ടു a പ്ലസ് ഐ ബി. ഓക്കെ, സോ z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താം? a പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ. z ബാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ എഴുതാം, z ബാർ ഇസ് ഇക്വൽ ടു a മൈനസ് ഐ ബി എന്ന് എഴുതാം. സോ z ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് z സ്ക്വയർ ആണ്. z ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് a മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് a പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് a സ്ക്വയർ പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 1. സോ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2ab i ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആയിരിക്കും വരിക, കാരണം ഐ ബി ഉണ്ട്. സോ മൈനസ് 2ab i എന്ന് എഴുതാം നമ്മൾക്ക്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? സംശയം ഉണ്ടാവില്ല. ബേസിക്കലി എക്സ്പെൻഷൻ ആണ് ചെയ്തത്. അതായത് a പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ, a സ്ക്വയർ ഐ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2ab i ഈസ് ഈക്വൽ ടു a മൈനസ് ഐ ബി ഹോൾ സ്ക്വയർ. a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പെൻഷൻ അറിയാം, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. സോ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഐ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് 2ab i. സോ ദാറ്റ് മീൻസ് ഇവിടെ ആരൊക്കെ കട്ടായി പോകും? a സ്ക്വയറും കട്ടാവും, ബി സ്ക്വയറും കട്ടാവും. സോ ഇത് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്താം? 4ab i is equal to 0 എന്ന് എഴുതാം. 4ഉം അങ്ങോട്ട് പോകുമ്പോൾ ab i is equal to 0 എന്ന് എഴുതാം. ഓക്കെ, സോ യു വിൽ ബി തിങ്കിങ്, സർ ഇവിടെ ഇമാജിനറി പാർട്ട് മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് this is a purely real, z is purely real അല്ലെങ്കിൽ അല്ല, z is purely imaginary എന്ന് മാർക്ക് ചെയ്യാൻ തോന്നും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ab i is equal to 0. i എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് 1 എന്നാണ് അറിയാം. സോ ab i 0 ആണെങ്കിൽ either a 0 ആവണം, ഒന്നല്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ b 0 ആവണം. ഓക്കെ, എന്നാൽ മാത്രമേ ab i 0 ആവുള്ളൂ. സോ ഒന്നല്ലെങ്കിൽ a 0 ആവണം, b 0 ആവണം. ദാറ്റ് മീൻസ് a 0 ആവണം അല്ലെങ്കിൽ b 0 ആവണം. സോ ദാറ്റ് മീൻസ് ദിസ് കോംപ്ലക്സ് നമ്പർ ഈസ് either പ്യൂർലി റിയൽ, ഒന്നല്ലെങ്കിൽ പ്യൂർലി റിയൽ ആവാം, അല്ലെങ്കിൽ പ്യൂർലി ഇമാജിനറി ആവാം. കാരണം a ആണോ എക്സാക്ട്ലി 0, b ആണോ എക്സാക്ട്ലി 0 എന്ന് നമ്മൾക്ക് കിട്ടിയിട്ടില്ല. നമ്മൾക്ക് ഏതെങ്കിലും ഒന്ന് 0 എന്നേ ഈ ഒരു ക്ലൂ വെച്ച് മനസ്സിലായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസർ ആവുന്നത്. മിക്ക കുട്ടികളും ആൻസർ ഓപ്ഷൻ ബിയിലോട്ടായിരിക്കും മാർക്ക് ചെയ്യുക, 4ab i 0 എന്ന് കിട്ടുമ്പോൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ അടുത്ത നമ്മൾക്ക് അതുപോലെ പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇഫ് z is equal to x plus i y then മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് z, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾക്ക് ഉണ്ട് z is equal to x plus i y, അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. മോഡുലസ് അതായത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വെച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്.
ഇത് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു നമ്പറിന്റെ മോഡുലസും ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് കോൺജുഗേറ്റ്സ് മോഡുലസ്. കാരണം എ പ്ലസ് ഐ ബിയുടെ മോഡുലസ് എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി എ മൈനസ് ഐ ബി അല്ലേ സെഡിന്റെ കോൺജുഗേറ്റ്. സോ എ മൈനസ് ഐ ബിന്റെ കോൺജുഗേറ്റ് എന്താ? മോഡ് സെഡ്. പിന്നെ മൈനസ് സെഡും മൈനസ് സെഡ് ബാറിന്റെ കോൺജുഗേറ്റ് എല്ലാം എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ആൻഡ് ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, മോഡ് Z1 by Z2 ചെയ്യുന്നതും മോഡ് Z1 by Z2 ചെയ്യുന്നതും സെയിം തന്നെയാണ്. ആൻഡ് ഇവിടെ ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇവിടെ ഇല്ല. നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റൂല. മോഡ് Z1 പ്ലസ് മോഡ് Z2 ഇസ് ഇക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റൂല. ഇങ്ങനൊരു പ്രോപ്പർട്ടി ഇല്ല. ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്നുണ്ട്. പക്ഷെ കോൺജുഗേറ്റിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. മോഡുലസിന്റെ കേസിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല. ആൻഡ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി രണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോഡ് Z റേസ് ടു n ഈസ് ഈക്വൽ ടു മോഡ് Z ഓൾ റേസ് ടു n. അതേപോലെ ഒരുപാട് സ്ഥലത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് Z ഇൻടു Z ബാർ ഈസ് ഈക്വൽ ടു മോഡ് Z ഓൾ സ്ക്വയർ. ഈ പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം പുട്ടിങ് എ സ്റ്റാർ. ഓക്കെ, സോ ഇത്രയും കാര്യം മനസ്സിലായി. നമ്മൾക്ക് ഇതിന്റെ ഒരു ചോദ്യത്തിലോട്ട് പോവാം. ഫൈൻഡ് ദി മോഡുലസ് ഓഫ് 1 പ്ലസ് ഐ. ഇതിന്റെ മോഡുലസ് കാണാനാ പറഞ്ഞത്. സോ മോഡുലസ് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പർ ഫോമിലല്ല ഉള്ളത്, നമുക്ക് ഇതൊരു പ്രോപ്പർ ഫോമിലോട്ട് ആക്കണം. സോ നമ്മുടെ ഗിവൺ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് Z is equal to 1 by 1 plus i എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് Z is equal to 1 by 1 plus i into 1 minus i by 1 minus i. So that means ന്യൂമറേറ്ററിൽ 1 minus i വന്നു, ഡിനോമിനേറ്ററിൽ 1 plus i into 1 minus i, which means a plus b into a minus b അല്ലേ. So 1 plus i into 1 minus i നെ എനിക്ക് a square minus b square, that means 1 square minus i square എന്ന് എഴുതാം. So 1 square minus i square എന്ന് പറഞ്ഞാൽ 1 minus minus 1. So ഇവിടെ എന്ത് വരും? 2 എന്ന് വരും. So 1 minus i by 2 ആണ് z. So എനിക്ക് z നെ ഒന്നുകൂടി എഴുതുവാണെങ്കിൽ 1 by 2 minus 1 by 2 i ആണെന്ത്? നമ്മുടെ z. ഇതിന്റെ മോഡുലസ് ആണ് കാണാൻ പറഞ്ഞത്. ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 by 4 plus 1 by 4. So that means root of 1 by 4 plus 1 by 4. That means root 2 by 4 എന്ന് കിട്ടും. So ഇവിടെ നമ്മൾ root 2 by 4 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം 1 2. So that means 1 by root 2 എന്നായിരിക്കും നമ്മുടെ ആൻസർ. 1 by root 2 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ മോഡുലസ്. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ചോദ്യം കുറച്ചുകൂടി ട്രിക്കി ആണോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടും ഇത് ചെയ്യാൻ. ഇവിടെ തന്നിട്ടുള്ളത് ഇഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ബൈ എ മൈനസ് ഐ ബി ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചതെന്ന് പോലും നമ്മൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സ് പ്ലസ് ഐ വൈന്റെ മോഡുലസ് ആണ് എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഇത് കാണുന്നുണ്ടെങ്കിൽ ആർ എച്ച് എസിന് മോഡുലസ് ഉണ്ടാ പോരെ? മതി. സോ ആർ എച്ച് എസിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ഇസ് ഇക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എ പ്ലസ് ഐ ബി ബൈ എ മൈനസ് ഐ ബി. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡുലസ് ആണല്ലോ. സോ ദാറ്റ് മീൻസ് ഇവിടെയും മോഡുലസ് എടുത്താൽ മതി. സോ ദാറ്റ് മീൻസ് എ പ്ലസ് ഐ ബിയുടെ മോഡുലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ഇത് രണ്ടും കട്ടായി പോയാൽ അവർ ആൻസർ വിൽ ബി 1, ഓപ്ഷൻ എ. ഇത്രയും ഈസിലി നമ്മൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും, നമ്മൾ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ക്ലവർ. ഓക്കെ, ആൻഡ് ഈ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ ഇത്തിരി പേടിക്കും. ഇഫ് z is equal to root 3 plus i whole cube into 3i plus 4 square all divided by 8 plus 6i all square then mod z is equal to, ഇതാണ് നമ്മുടെ ചോദ്യം. സോ കണ്ടാൽ നമ്മൾ പേടിക്കുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഈസി. മോഡ് z ആണല്ലോ ചോദിച്ചത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ഞാൻ ഇവിടെ അങ്ങനെ തന്നെ എഴുതുവാണ്. z is equal to 1 second. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നത് ഞാൻ അങ്ങനെ തന്നെ എഴുതുവാണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് z is equal to we have got root 3 plus i whole cube into 3i plus 4 whole square all divided by 8 plus 6i whole square. So that means mod z എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സൈഡും മോഡ് എടുത്താൽ പോരെ? മതി.
രണ്ട് സൈഡും മോഡ് എടുത്താൽ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി, അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മോഡ് സെഡ് ഓൾ റേസ് ടു n ഇസിക്കൽ ടു, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് √3 പ്ലസ് ഐന്റെ മോഡുലസ് കാണുക. √3 പ്ലസ് ഐന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 √4 2. ഓക്കെ, സോ 2 ക്യൂബ് into 3i plus 4 ന്റെ മോഡുലസ്. സോ ദാറ്റ് മീൻസ് root of 3 square plus 4 square. So 9 plus 16 25 ന്റെ √5. So that means ഇവിടെ 5 square എന്ന് വരും. ഡിനോമിനേറ്ററിൽ 8 plus 6i whole square. അപ്പോൾ root of 64 plus 36 √100 10 square എന്ന് വരും. ഓക്കെ, സോ ഇതിന്റെ ആൻസർ 8 into 25 by 100. So 8 into 25 എന്ന് പറഞ്ഞാൽ 200 by 100. Our answer will be 2. എത്ര ഈസിലി അല്ലെ, 2 അല്ലേ? സോ there was some yes ആൻസർ എത്രയാണ്? 2 ആണ്. ഓക്കെ, സോ അത്ര ഈസിലി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, മോഡുലസിന്റെ ഇറ്റൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. ആക്ച്വലി നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? രണ്ട് സൈഡും മോഡുലസ് എടുത്തതാണ്. ഇവിടെ ഞാൻ ടെമ്പററി ഹൈലൈറ്റർ വെച്ച് കാണിച്ചു തരാം. അതായത് ഈ √3 പ്ലസ് ഐ ഓൾ ക്യൂബ് എങ്ങനെ 2 ക്യൂബ് ആയി എന്ന് ചോദിച്ചാൽ √3 പ്ലസ് ഐയുടെ മോഡുലസ് കണ്ടിട്ട് അതിനെ ക്യൂബ് വെച്ച് റേസ് ചെയ്തതാണ്. 3i പ്ലസ് 4ന്റെ മോഡുലസ് കണ്ടിട്ട് 5 വെച്ച് എന്ത് ചെയ്തതാണ്? റേസ് ചെയ്തതാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഇത് ചെയ്തത്. ഈസിലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, മോഡുലസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. നിങ്ങൾ ഇവിടെ a പ്ലസ് ബി ഓൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ചെയ്ത് a പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ചെയ്ത് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് റേഷണലൈസ് ഒക്കെ ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമായിരിക്കും, പക്ഷേ ജെ ഒരിക്കലും കിട്ടൂല. അപ്പോഴത്തേക്ക് നിങ്ങൾ ജെ എന്ന സെന്റർ കൂട്ടിപ്പോയി ഉണ്ടാവും. സോ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസിലി എല്ലാ സമയത്തും എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇതും വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യം കണ്ടാൽ യു വിൽ തിങ്ക് ദിസ് ഈസ് ഭയങ്കര ടഫായി തോന്നും. ആക്ച്വലി മോഡുലസിന്റെ പ്രോപ്പർട്ടി വെച്ച് നമ്മൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് Z1, Z2 and Z3 ആർ ദി കോംപ്ലക്സ് നമ്പേഴ്സ് സച്ച് ദാറ്റ് mod Z1 ഈസ് ഈക്വൽ ടു mod Z2 ഈസ് ഈക്വൽ ടു mod Z3 ഈസ് ഈക്വൽ ടു mod of 1 by Z1 plus 1 by Z2 plus 1 by Z3 is equal to 1, then modulus of Z1 plus Z2 plus Z3 ആണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് 3, 1, greater than 3, less than 1. സോ നമ്മളിത് കണ്ടാൽ വിചാരിക്കും ഓക്കെ ഇതൊക്കെ 1 ആണ്, സോ ദാറ്റ് മീൻസ് 1 plus 1 plus 1 3 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓപ്ഷൻ നോക്കി നമുക്ക് അങ്ങനെ ഡയറക്ട്ലി ഗസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചോദ്യമല്ല. സോ ഇവിടെ നമ്മൾക്ക് ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇവിടെ നോക്ക്, മോഡ് Z1 എന്ന് പറഞ്ഞാൽ 1 എന്ന് തന്നിട്ടുണ്ടോ? യെസ്. സിമിലർലി മോഡ് Z2 1 ആണ്, മോഡ് Z3 എന്താണ്? 1 ആണ്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ മനസ്സിൽ കത്തേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മോഡ് Z1 1 എന്ന് പറഞ്ഞാൽ can I write mod Z1 square is equal to 1? കുഴപ്പമുണ്ടോ? രണ്ട് സൈഡ് എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. സോ സിമിലർലി can I write mod Z2 square is equal to 1? അതിൽ കുഴപ്പമുണ്ടാവില്ല. സോ സിമിലർലി I can write mod Z3 square is equal to 1. ഞാനൊരു പ്രോപ്പർട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മോഡ് Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? Z into Z ബാർ ആണ് എന്ത്? മോഡ് Z സ്ക്വയർ. മോഡുലസിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എനിക്ക് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോഡ് Z1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ Z1 into Z1 ബാർ 1 ആണ്, Z2 into Z2 ബാർ 1 ആണ്, Z3 into Z3 ബാർ 1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് എനിക്കിവിടെ given question 1 by Z1 ഇല്ലേ, ഇവിടെ 1ന് പകരം ഞാൻ Z1 ബാർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. സോ ഈസ് ഈക്വൽ ടു I can write Z1 ബാർ ബൈ Z1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, പ്ലസ് Z2 ബാർ ബൈ Z2 പ്ലസ് Z3 ബാർ ബൈ Z3 ഈസ് ഈക്വൽ ടു 1 എന്ന ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ഞാൻ ചെയ്തത്?
1 പകരം z1 z1 ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ആരൊക്കെ കട്ടായി പോവും? z1 z1 z2 z2 z3 z3. സോ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, മോഡുലസ് ഓഫ് z1 ബാർ പ്ലസ് z2 ബാർ പ്ലസ് z3 ബാർ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുവാണ്. ഓക്കെ, സോ മോഡുലസ് ഓഫ് z1 ബാർ പ്ലസ് z2 ബാർ പ്ലസ് z3 ബാർ 1 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, മോഡ് z1 പ്ലസ് z2 പ്ലസ് z3 ഓൾ ബാർ ഈസ് ഈക്വൽ ടു 1. കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ? സോ വേറൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ മോഡുലസും ആ നമ്പറിന്റെ മോഡുലസും സെയിം ആണ്. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് മോഡ് z1 പ്ലസ് z2 പ്ലസ് z3 ഈസ് ഈക്വൽ ടു 1. ഇതല്ലേ നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചത്? യെസ്, സോ ആൻസർ ഈസ് B1. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സ്റ്റെപ്പിലോട്ടാണ് എത്തിയത് അല്ലേ? സോ ഇവിടെ ബേസിക്കലി ഇതുപോലത്തെ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ടത്, മോഡ് z1 എവിടെങ്കിലും നിങ്ങൾക്ക് 1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ചോദ്യമാവട്ടെ നമ്മൾക്ക് അവിടെ മോഡ് z1 സ്ക്വയർ 1 എന്ന് എഴുതാം, z1 z1 ബാർ 1 എന്ന് എഴുതാം. ആ 1 പകരം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈസിലി നമ്മൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത അതേപോലത്തെ ഒരു ചോദ്യമുണ്ട്, കൈൻഡ് ഓഫ് ലെങ്തി, പക്ഷെ നമുക്ക് ഇത് ചെയ്തു നോക്കാം. ഇഫ് z മൈനസ് 25 all divided by z minus 1 അതിന്റെ മോഡ് is equal to 5, find the value of mod z. ഇതാണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. സോ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണോ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ലെങ്തി ആണ്, പക്ഷേ വിൽ ഡു ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. സോ നമുക്ക് ഇവിടെ z എന്താണെന്ന് അറിയില്ല. സോ അറിയാത്ത സംഭവത്തിന് നമുക്ക് തൽക്കാലം a പ്ലസ് ib എന്ന് വിളിക്കാം. ഓക്കെ, സോ ഐ എം കോളിംഗ് z is equal to a പ്ലസ് ib എന്ന് വിളിച്ചു. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടും a പ്ലസ് ib മൈനസ് 25 ഡിവൈഡഡ് ബൈ, ഓക്കെ സെഡിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണല്ലോ, സോ അതും കൊടുക്കാം ഇവിടെ, ഡിവൈഡഡ് ബൈ ഐ ക്യാൻ റൈറ്റ് a പ്ലസ് ib മൈനസ് 1 എന്ന് കൊടുക്കാം. നമ്മൾക്കറിയാം മോഡുലസ് സ്പ്ലിറ്റ് ആക്കി എഴുതാം. മോഡുലസ് സ്പ്ലിറ്റ് ആക്കി എഴുതുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ ഇവിടെ മോഡുലസ് സ്പ്ലിറ്റ് ആക്കി എഴുതുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് മോഡുലസ് ഓഫ്, ഇവിടെ എനിക്ക് റിയൽ പാർട്ടും എഴുതി, a മൈനസ് 25 പ്ലസ് ib ഓൾ ഡിവൈഡഡ് ബൈ a മൈനസ് 1 പ്ലസ് ib. മോഡുലസ് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഇത്ര എഴുതിയാലായിരിക്കും കുഴപ്പമുണ്ടാവില്ല. ക്ലിയർ? ഓക്കെ, മോഡുലസ് എന്താക്കി എഴുതുക? സ്പ്ലിറ്റ് ആക്കി എഴുതുന്നതാണ്. സോ ന്യൂമറേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ എന്താണ്? a പ്ലസ് ib അല്ല, a മൈനസ് 25 പ്ലസ് ib ആണ്. സോ ദാറ്റ് മീൻസ് അതിന്റെ മോഡുലസ് എനിക്ക് ഈസിലി കണ്ടുപിടിക്കാം. അതിന്റെ മോഡുലസ് വിൽ ബി ഈക്വൽ ടു a മൈനസ് 25 ഹോൾ സ്ക്വയർ പ്ലസ് b സ്ക്വയർ all divided by root of a minus 1 whole square plus b square is equal to what? ഇത് എന്തിന് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്? is equal to 5 എന്ന് തന്നിട്ടുണ്ട്. is equal to 5 എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ എനിക്ക് മോഡുലസ് കളയണമെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? a സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 പ്ലസ് a മൈനസ് b ഹോൾ സ്ക്വയർ അല്ലേ? സോ മൈനസ് 2 into 25 into a മൈനസ് 50a പ്ലസ് b സ്ക്വയർ ഡിവൈഡഡ് ബൈ a മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്താം? a സ്ക്വയർ പ്ലസ് 1 മൈനസ് 2a എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് b square is equal to I can write 25. ഇത്ര എഴുതിയാലായിരിക്കും ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, മോഡുലസ് എടുത്തു, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഇത് രണ്ടും ഈക്വൽ ആക്കാം. ഈക്വൽ ആക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ വിൽ ബി ഗെറ്റിംഗ് a സ്ക്വയർ പ്ലസ് 625 മൈനസ് 50a പ്ലസ് b square is equal to 25a square plus 25 minus 50a plus
25 ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇത്ര എഴുതിയാലായിരിക്കും ഡൗട്ട് ഉണ്ടാവില്ല. സോ അടുത്ത സ്റ്റെപ്പിൽ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഇസ് 25 എ സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 24 എ സ്ക്വയർ എന്ന് വരും. ആൻഡ് 25 ബി സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് 24 ബി സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇവിടെ മൈനസ് 50 ഉണ്ട്, അവിടെയും മൈനസ് 50 ഉണ്ട്. ഓക്കെ, മൈനസ് 50 ഞാൻ എന്ത് ചെയ്തു, രണ്ട് സൈഡും കട്ട് ചെയ്തു. എ സ്ക്വയറും ബി സ്ക്വയറും ഞാൻ ഓൾറെഡി എടുത്തു. ഓക്കെ, പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ 25 ഉണ്ട്, 625. സോ 25 മൈനസ് 625 അങ്ങോട്ട് പോയാൽ ഐ ക്യാൻ റൈറ്റ് മൈനസ് 600 എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ 24 കോമൺ ആക്കി എടുത്താൽ എനിക്ക് ഇവിടെ കിട്ടും മൈനസും മൈനസും എല്ലായിടത്തുനിന്നും ഞാൻ കട്ടായ പിന്നെ ഇറ്റ് വിൽ ബിക്കം 24 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 600 എന്ന് കിട്ടും. അതിന്റെ ബാക്കി ഞാൻ ഇവിടെ എഴുതുവാണ്. ഓക്കെ, 24 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 600 divided by 24. 600 divided by 24 എന്ന് എഴുതാം. 600 divided by 24 എഴുതിയാൽ ലെറ്റ് സി നമുക്ക് ആൻസർ എത്ര കിട്ടണേ, വിച്ച് ഈസ് ഈക്വൽ ടു 300 by 12 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 150 by 6. സോ ദാറ്റ് മീൻസ് വിൽ ബി ഗെറ്റിംഗ് ആൻസർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് എന്താ? വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് സെഡ് ആ ചോദിച്ചത്. നമ്മളോട് ചോദിച്ചത് ഇതാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 25 ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, 5 എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഇതുപോലെ നമ്മൾക്ക് ഈസിലി, ലെങ്തി ആണോ എന്ന് ചോദിച്ചാൽ സ്ലൈറ്റ്ലി ലെങ്തി ആണ്, പക്ഷെ ഈസിലി നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ജെ മെയിൻ. ജെ അഡ്വാൻസിന് ഇത് ചോദിക്കാറുണ്ട്. സോ നമ്മൾ തന്നെ വിചാരിക്കും കോംപ്ലക്സ് നമ്പർ എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ഒരു സ്ക്വയർ റൂട്ടാണ്. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് -1 ആണ്. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണോ കണ്ടുപിടിക്കുക? ഒന്നുമില്ല, നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കാം. Z = a + ib ആണെങ്കിൽ റൂട്ട് Z റൂട്ട് a + ib = x + iy എന്നിട്ട് സോൾവ് ചെയ്ത് നമ്മൾ എടുത്താൽ ഈ ഒരു ഫോമിലോട്ട് വരും. സോ ഇത് മാത്രം നമ്മളിപ്പോൾ തൽക്കാലം ഓർത്ത് വെച്ചാൽ മതി. ഇത് മാത്രമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സോ വിൽ ഫീൽ ലൈക്ക് ദിസ് ഈസ് എ വെരി ബിഗ് ഇക്വേഷൻ. ആക്ച്വലി വെരി സിമ്പിൾ ആണ്. റൂട്ട് a + ib ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് z + a/2 പ്ലസ് i ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z - a/2. b > 0. അതായത് ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഇമാജിനറി പാർട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡയറക്ട്ലി ആ ഒരു ഇക്വേഷൻ ഡയറക്ട്ലി ചോദിക്കുള്ളൂ. അതായത് റൂട്ട് a + ib ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മോഡ് z + a/2 പ്ലസ് റൂട്ട് ഓഫ് മോഡ് z - a/2. സോ നമുക്ക് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 7 + 24i. നമുക്കിത് ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ആദ്യം മോഡുലസ് കാണുക. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ z = 7 + 24i എന്ന് വിളിച്ചു. ഇതിൻ്റെ മോഡുലസ് കാണുവാണെങ്കിൽ 24 സ്ക്വയർ 576, 7 സ്ക്വയർ 49. സോ വിൽ ബി ഗെറ്റിംഗ് മോഡ് z = റൂട്ട് 625. സോ = 25 എന്ന് കിട്ടും. മോഡ് z കിട്ടും. നമ്മളെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മോഡ് z + a/2, ഇവിടെ രണ്ടും പ്ലസ് ആണ്, പ്ലസ് റൂട്ട് ഓഫ് മോഡ് z - a/2. അങ്ങനെയാണെങ്കിൽ 25 + 7 32/2 16, റൂട്ട് 16 4. സോ 4 പ്ലസ് ഓർ മൈനസ് 3i ആയിരിക്കും ആൻസർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ? പ്ലസ് ഓർ മൈനസ് 4 + 3i, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. സോ ദാറ്റ് വാസ് ദി വെരി ഈസി ക്വസ്റ്റ്യൻ. ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. സോ ഇതിന് തൊട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ചെയ്യാം. ഇവിടെ ബി നെഗറ്റീവ് ആണ്. സോ ഇവിടെ ആദ്യം മോഡ് z കണ്ടുപിടിക്കുക. മോഡ് z എന്ന് പറഞ്ഞാൽ 64 + 36 10 തരും. സോ 10 - 8/2. 10 - 8 എന്ന് പറഞ്ഞാൽ 2/2 1. ഓക്കെ, ആൻഡ് 10 - 6/2. സോ 10 - 6 എന്ന് പറഞ്ഞാൽ 4/2. സോ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് നമുക്ക് ചെയ്ത് നോക്കാം.
ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ ചില ആൾക്കാർ മനസ്സിലാവില്ല. സോ നമുക്ക് എഴുതാം z is equal to 10 എന്ന് വരും. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് a/2, ഇവിടെ മൈനസ് ആണ്. ഓക്കെ, മൈനസ് റൂട്ട് ഓഫ് മോഡ് z മൈനസ് a/2. ദാറ്റ് മീൻസ് പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് a/2 എന്ന് പറഞ്ഞാൽ മോഡ് z 10 ആണ്. സോ 10 മൈനസ് 8, 10 മൈനസ് 8 എന്ന് പറഞ്ഞാൽ we can write 10 minus 8 is 2, 2 by 2, 1. So I can write plus or minus 1 minus, then a mod z 10, 10 minus 8. Okay, so 10 plus 8, 18 by 2 എന്ന് പറഞ്ഞാൽ 9, root 9 എന്ന് പറഞ്ഞാൽ 3. So I can write plus or minus 1 minus 3i. So അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ ബി ആയിരുന്നു ഇവിടെ ആൻസർ. സോ അത്രേ ഉള്ളൂ. സോ അടുത്തൊരു ചോദ്യം, ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ഐ. ഐൻ്റെ സ്ക്വയർ റൂട്ട് നമ്മളെല്ലാവരും ആദ്യം വിചാരിച്ചൊരു സംഭവമാണ് ഐൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐൻ്റെ മോഡുലസ് എത്രയായിരിക്കും, 1 ആയിരിക്കും അതിൻ്റെ മോഡുലസ്. സോ ദാറ്റ് മീൻസ് മോഡുലസ് 1 ആണെങ്കിൽ പ്ലസ് ഓ മൈനസ് 1 പ്ലസ് 0/2. സോ ദാറ്റ് മീൻസ് 1/√2 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് 1/2. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആൻസർ ഇവിടെ നോക്കാം. നമുക്ക് സെഡ് ചെയ്യാം. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് മോഡ് സെഡ് 1 ആണ്. ഇനി സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ദാറ്റ് മീൻസ് നമുക്കറിയാം സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓ മൈനസ് മോഡ് സെഡ് പ്ലസ് a/2 പ്ലസ് ഐ ഇൻറ്റു മോഡ് സെഡ് മൈനസ് a/2. സോ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് പ്ലസ് ഓ മൈനസ് 1 പ്ലസ് 0/2. സോ ഐ ക്യാൻ റൈറ്റ് പ്ലസ് ഓ മൈനസ് 1/√2 പ്ലസ് ഐ ഇൻറ്റു എ എത്രയാണ് ഇവിടെ 0 ആണ്. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് 1/√2. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ 1/√2 കോമൺ ആയി എടുത്താൽ 1 പ്ലസ് ഐ എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആയിരിക്കണം നമ്മുടെ ആൻസർ. സോ വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്തതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ജെയ്ക്ക് ചോദിക്കണ ഒരുപാട് ചോദ്യം ഈ ഒരു സെക്ഷനിൽ നിന്നായിരിക്കും. സോ ആഗൻ പ്ലെയിൻ. ആഗൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ യൂഷ്വലി റിയൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണ് കാർട്ടീഷ്യൻ പ്ലെയിൻ. പക്ഷെ അതേപോലെ ഇമാജിനറി നമ്പേഴ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഹാഗൻ പ്ലെയിൻ. അത്രേ ഉള്ളൂ. സോ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് z is equal to x plus iy എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. യൂഷ്വലി ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ x ആക്സിസ് ആൻഡ് y ആക്സിസ് ഉണ്ടാവും. സോ ഹാഗൻ പ്ലെയിനിൽ ഒരു ഇമാജിനറി ആക്സിസ്, ഒരു റിയൽ ആക്സിസ് ആൻഡ് 1 ഇമാജിനറി ആക്സിസ് ഉണ്ടാവും. സോ x plus iy എന്നുള്ള പോയിന്റിനെ നമ്മൾക്ക് ഇവിടെ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ x ഡിസ്റ്റൻസ് ഉണ്ടാവും, y ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ x ഡിസ്റ്റൻസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, x എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസിനെ നമ്മൾക്ക് y എന്ന് വിളിക്കാം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പൈത്തഗോറസ് തിയറം വെച്ച് നമുക്ക് പറയാൻ പറ്റും റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് മോഡ് z. സോ ഇതിനെ നമ്മൾ മോഡ് z എന്ന് വിളിക്കും ഈ ഡിസ്റ്റൻസിനെ, അല്ലെങ്കിൽ നമ്മൾ r എന്നും വിളിക്കും. ഓക്കെ, സോ ഇത്രയും ഈസിയാണ്. ആൻഡ് വൺ മോർ തിങ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. ഇവിടെ ഈ പറയുന്ന കോംപ്ലക്സ് നമ്പർ x ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കും. നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാം എന്താണ് ആ ഒരു ആംഗിൾ പറയണമെന്ന്. കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് മനസ്സിലാവും. ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോ z is equal to x plus iy എന്നൊരു കോംപ്ലക്സ് നമ്പർ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദി ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈൻ ജോയിനിങ് പോയിന്റ് z ടു ദി ഒറിജിൻ വിത്ത് ദി x ആക്സിസ്. അതായത് ഈ പറയുന്ന കോംപ്ലക്സ് നമ്പർ x ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആർഗ്യുമെന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. യൂഷ്വലി നമ്മൾ ഒരു ആംഗിളിനെ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയാം. പക്ഷേ ഇമാജിനറി നമ്പേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ അതൊരു ആഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. കണ്ടാൽ നമ്മൾ പേടിച്ചു, പക്ഷേ ആക്ച്വലി സിമ്പിളാണ്. അത് നമുക്ക് ട്രിഗ്നോമെട്രി ഓൾറെഡി അറിയാം. സോ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. സോ ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻറ്റ്. ഈ ഡിസ്റ്റൻസ് നമുക്ക് x എന്നറിയാം, ഈ ഡിസ്റ്റൻസ് y എന്നറിയാം. സോ ദാറ്റ് മീൻസ് നമുക്ക് ആ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ടാൻ തീറ്റ ഇസ് ഇക്വൽ ടു y/x എന്ന് പറയാം. തീറ്റ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യണത് ആർഗ്യുമെന്റ് ഓഫ് z അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് z എന്ന് പറയാം. ഓക്കെ, സോ അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഗൻ പ്ലെയിനിൽ എല്ലാവർക്കും യൂഷ്വലി സംശയം വരുന്ന ഒരു കാര്യം. സോ ഇവിടെ എനിക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഓക്കെ, സോ ആ ഒരു കോംപ്ലക്സ് നമ്പർ ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഈ ഒരു ആംഗിൾ എത്രയാണ്, തീറ്റയാണ്, x ആക്സിസ് ആയി ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ഇത് മാത്രമല്ലല്ലോ ഈ പറയുന്ന കോംപ്ലക്സ് നമ്പറായി ഉണ്ടാക്കുന്ന ആംഗിൾ. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ആംഗിൾ ഇങ്ങനെയും മെഷർ ചെയ്തൂടെ, x ആക്സിസിൽ നിന്ന് അങ്ങനെയും മെഷർ ചെയ്യാം. ആൻഡ് എനിക്ക് അങ്ങനെ മാത്രമല്ല
ഇവിടുന്ന് മെഷർ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ വന്ന് ഒന്നുകൂടി മെഷർ ചെയ്തുകൂടെ? സോ എനിക്ക് ഒരു ആകെ പ്ലെയിനിൽ എത്ര റൊട്ടേഷൻ ചെയ്ത് വേണമെങ്കിൽ വന്ന് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിന് ഒറ്റൊരു ആംഗിൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതായത് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ആംഗിൾസ് ഉണ്ടാവും. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇത് മാത്രമല്ല അതിൻ്റെ ആർഗ്യുമെൻറ്റ്, ഇങ്ങനെയും ഉണ്ടാവും. ദർ വിൽ ബി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്. ഒരു റൗണ്ടും കൂടി ചെയ്യാം. സോ ഈ ഒരു കാര്യം ഓർത്തു വെക്കണം. സോ ആ ഒരു കാര്യം ഓർത്തു വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്, അതായത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു. നമ്മൾക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. സോ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ എനിക്കുണ്ടെങ്കിൽ ഓക്കെ, ഇതിന് രണ്ട് ആംഗിൾ ഉണ്ടാവും. ഒരു ആംഗിൾ ഇതാണ് ആൻഡ് വേറൊരു ആംഗിൾ ഇതാണ്. ആൻഡ് സിമിലർലി ഇഫ് ഐ ആം ഹാവിങ് അനദർ കോംപ്ലക്സ് നമ്പർ, ആ ഒരു കോംപ്ലക്സ് ഈ ഒരു ക്വാഡ്രൻറ്റിലാണ് ഉള്ളതെങ്കിൽ ഇതിന് രണ്ട് ആംഗിൾ ഉണ്ടാവും. ഇതൊരു ആംഗിളാണ്, അതേപോലെ രണ്ട് ആംഗിൾ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് ആംഗിൾസ് ഉണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഒരു റൊട്ടേഷൻ കൂടി ചെയ്യാം. സോ ഇവിടെ ഉള്ള രണ്ട് ആംഗിളിൽ ഏതാണ് നമ്മുടെ സ്മോളസ്റ്റ് ആംഗിൾ? സ്മോളസ്റ്റ് ആയി തോന്നുന്നത് ഏതാ? ഇവിടെ ഈ ഒരു ആംഗിളാണ് നമ്മൾക്ക് സ്മോളസ്റ്റ് ആയി തോന്നുന്നത്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെ ക്ലോക്ക് വൈസ് ഉള്ള ആംഗിളാണ് നമ്മൾക്ക് സ്മോൾ ആയി തോന്നുന്നത്. സോ ദ സ്മോളസ്റ്റ് ആംഗിൾ, അതായത് ദാറ്റ് മീൻസ് 180, നെഗറ്റീവ് 180യുടെയും 180യുടെയും ഇടയിലുള്ള ആംഗിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിൻസിപ്പൽ ആംഗിൾ. അതായത് ഒരു കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മളൊരു ആർഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ദ വെരി സ്മോളസ്റ്റ് ആംഗിൾ, അതിൻ്റെ ആദ്യം ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. സോ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇത് വായിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും, ഞാൻ അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയി പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമ്മൾ തീറ്റ തന്നെയാണ് ആംഗിൾ, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രൻ്റ് ആണ് മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ, ഫോർത്ത് ക്വാഡ്രൻറ്റ് മൈനസ് തീറ്റ. സോ വിൽ ബി വണ്ടറിങ് ഇതൊക്കെ എന്താണ് സർ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞു തരാം. ദെൻ ഐ വിൽ ഗോ ഇൻ ടു ദി പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇപ്പോൾ 1 പ്ലസ്, ഓക്കെ, ഐ വിൽ ചേഞ്ച് ദി കളർ. ഓക്കെ, സപ്പോസ് ഇഫ് ഐ ആം ഹാവിങ് വൺ ക്വസ്റ്റ്യൻ, ഓക്കെ, 1 പ്ലസ് √3i, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഒരു ആർഗൻ പ്ലെയിൻ വരച്ച്, ഇത് എയും പോസിറ്റീവാണ് ബിയും പോസിറ്റീവാണ്, a പ്ലസ് ib. ദാറ്റ് മീൻസ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. സോ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആർഗ്യുമെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു പോയിന്റ് 1,√3 ആണ്. സോ എനിക്കിവിടെ ടാൻ തീറ്റ കണ്ടുപിടിക്കാം. സോ ടാൻ ഇൻവേഴ്സ് √3/1 ആണെന്ത്, തീറ്റ. ടാൻ എപ്പോഴാണ് √3 ആവുക? π/3. സോ എനിക്ക് ആംഗിൾ കിട്ടി π/3 ആണ് ഈ ഒരു ആംഗിൾ, ഇത് π/3 ആണ്. ഓക്കെ, പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് മാത്രമല്ലല്ലോ ഇതിൻ്റെ ആംഗിൾ. എനിക്ക് ഈ ഒരു ആംഗിളിനെ എങ്ങനെയും മെഷർ ചെയ്യാം, ഈ ഒരു ആംഗിളിനെ എനിക്ക് ഇങ്ങനെയും മെഷർ ചെയ്യാം. സോ നമ്മൾക്കറിയാം ഒരു പ്ലെയിനിലുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ ഓൾറെഡി π/3 പോയാൽ ബാക്കിയുള്ള ആംഗിൾ നമ്മൾക്ക് 2π മൈനസ് π/3 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് നമുക്ക് കിട്ടും 5π/3 എന്ന് കിട്ടും. എത്ര കിട്ടും? 5π/3 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിൾ π/3 ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിളിനെ എനിക്ക് 5π/3 എന്ന് വിളിക്കാം. ആൻഡ് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിളിനെ പോസിറ്റീവ് എന്നും ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ആംഗിളിനെ നെഗറ്റീവ് എടുക്കും. ഓക്കെ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നത് പോസിറ്റീവ്. സോ ഈ 5π/3 ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, സോ ഐ എം ടേക്കിംഗ് -5/3 എന്ന് എടുക്കും. ഓക്കെ, സോ സിമിലർലി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ആൻഡ് സപ്പോസ് ഇഫ് ഐ എം ഹാവിങ് എ കോംപ്ലക്സ് നമ്പർ -1 മൈനസ് √3i, ഇതിനെ ഞാനൊരു ആർഗൻ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെയല്ല ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവും. സോ എനിക്കിവിടെ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആംഗിൾ, സോ ഈ ഒരു ആംഗിളാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എനിക്ക് തൽക്കാലം ഈക്വേഷൻ ഇല്ല. സോ ഈ ഒരു ആംഗിൾ ഞാൻ കണ്ടുപിടിക്കുന്നു. ആ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പോയിന്റ് എത്രയാണെന്ന് അറിയാം. ദിസ് പോയിന്റ് ഈസ് -1, -√3. ദാറ്റ് മീൻസ് ആ ഒരു ആംഗിൾ നമ്മൾക്ക് കണ്ടുപിടിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3/1. നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുക, സൈൻ എടുക്കൂല, കാരണം ഡിസ്റ്റൻസ് ആണല്ലോ, ഡിസ്റ്റൻസ് നമ്മൾ സൈൻ എടുക്കൂല. സോ ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു π/√3.
3 എന്ന് കിട്ടും. സോ നമ്മൾക്ക് ഇവിടെ കിട്ടി തീറ്റ π/3. പക്ഷെ അത് നമ്മുടെ ആർഗ്യുമെന്റ് അല്ല കിട്ടിയത്, നമ്മൾക്ക് കിട്ടിയത് ഈ ഒരു ആംഗിളാണ് കിട്ടിയത്. നമ്മൾക്ക് വേണ്ട ആംഗിൾ ഏതായിരുന്നു? നമ്മൾക്ക് വേണ്ട ആംഗിൾ ഈ ഒരു ആംഗിളാണ് നമ്മൾക്ക് വേണ്ടത്. സോ ഇത് π/3 കിട്ടിയാൽ നമുക്ക് പകുതി ആംഗിൾ π ആണെന്നറിയാം. സോ നമ്മുടെ റിക്വയർഡ് ആർഗ്യുമെന്റ് നമ്മൾക്ക് π + π/3 എന്ന് വിളിക്കാം. സോ ദാറ്റ് മീൻസ് നമ്മുടെ ആംഗിൾ എത്ര വന്നു? 4π/3 എന്ന് വിളിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ആംഗിളിന് 4π/3 എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾ ചോദിക്കും, സർ അങ്ങനെ മാത്രമല്ലല്ലോ, എനിക്ക് ഇങ്ങനെ മെഷർ ചെയ്തൂടെ? ഇവിടെയും ഒരു ആംഗിൾ ഇല്ലേ? ഇങ്ങനെ ഒരു ആംഗിളും കൂടിയുണ്ട്, അതിനെ നമുക്ക് വേണേൽ മെഷർ ചെയ്യാൻ, കുഴപ്പമില്ല. ഫുൾ ആംഗിൾ നമുക്കറിയാം എത്രയാ? 2π ആണ് ഫുൾ ആംഗിൾ. സോ 2πയിൽ നിന്ന് 4π/3 പോയാൽ 2π - 4π/3. 2πയിൽ നിന്ന് 4π/3 പോയാൽ എനിക്ക് എത്ര കിട്ടും? ബാക്കി 2π/3 എന്ന് കിട്ടും. ഐ വിൽ ബി ഗെറ്റിംഗ് 2π/3. സോ എനിക്ക് ഈ ഒരു ആംഗിൾ 2π/3 എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, ഈ യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ആംഗിൾ ഞാൻ മെഷർ ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദാറ്റ് മീൻസ് ഈ ഒരു ആർഗ്യുമെൻറ്റ് പോസിറ്റീവ് ആണ്. ആൻഡ് ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. അങ്ങനെ എനിക്ക് സൈൻ കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് യൂഷ്വലി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു കേസിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഏതാ? 4π/3 ആണോ -2π/3 ആണോ? -2π/3, കാരണം അതാണ് സ്മോളസ്റ്റ് ആംഗിൾ. 4π/3 എന്ന് പറഞ്ഞാൽ 180നെക്കാളും വലുതാണ്. സോ 0ൻ്റെയും 180, അതായത് -180യുടെയും +180യുടെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയുക. സോ അതാണ് ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഒരു അൽഗോറിതം ഉണ്ട്. നമ്മൾ ഓർത്ത് വെക്കേണ്ട അൽഗോറിതം എന്ന് പറഞ്ഞാൽ ഏതൊരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തരട്ടെ, നമുക്ക് അതിൻ്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലൊക്കേറ്റ് ക്വാഡ്രൻറ്റ്. ഏത് ക്വാഡ്രൻറ്റാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക. സെക്കൻഡ് തിങ് തീറ്റ കണ്ടുപിടിക്കുക. ഫൈൻഡ് തീറ്റ എന്ന് കണ്ടുപിടിക്കുക. ഏത് ക്വാഡ്രൻറ്റാണെന്ന് അറിയെങ്കിൽ തീറ്റ കണ്ടുപിടിച്ചെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട തീറ്റ തന്നെയായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ വി ഹാവ് ടു സബ്ട്രാക്ട് ഇറ്റ് ഫ്രം π. ഫോർത്ത് ക്വാഡ്രൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തേർഡ് ക്വാഡ്രൻറ്റ് ആണ് -π - തീറ്റ. സോ ഏത് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് വേറെ പ്രോപ്പർട്ടീസ് ഓഫ് ആർഗ്യുമെൻറ്റ്, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതാണ്. ഈ ഒരു പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഒരു പ്രോപ്പർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. അതായത് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2, അതായത് Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, Z2 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അത് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 + Z2. അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് Z1/Z2 ഉണ്ട്. സോ അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 - Z2 + 2kπ. സോ യു വിൽ ബി തിങ്കിങ്, സാറേ എന്താണ് ഈ 2kπ? ഇവിടെയൊക്കെ 2kπ എന്ന് കാണുന്നുണ്ടല്ലോ, എന്താണ്? അതായത് 2kπ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായി ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ഇത് രണ്ടും പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റും അല്ലേ? പക്ഷേ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 90 + 180 ചെയ്യുമ്പോൾ നമുക്ക് 270 ഡിഗ്രി എന്ന് കിട്ടും. പക്ഷേ ഈ 270 ഡിഗ്രി പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് അല്ലല്ലോ. സോ അതിനെ നമ്മൾക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കേക്ക് നമ്മൾ, അതായത് 250നെ എനിക്ക് 180ൻ്റെ അടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് ആണോ സബ്ട്രാക്ട് ആണോ ചെയ്യേണ്ടത്? ഐ ഹാവ് ടു സബ്ട്രാക്ട് സംതിങ് ഫ്രം ദാറ്റ് നമ്പർ. സോ ഐ വിൽ ബി പുട്ടിങ് -1. കേക്ക് -1 കൊടുക്കും. സോ ദാറ്റ് മീൻസ് എൻ്റെ ഈ പറയുന്ന റിസൾട്ട് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിലോട്ട് എത്തും. സോ സിമിലർലി എല്ലാത്തിനെയും എനിക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിലോട്ട് എത്താൻ പറ്റും. സപ്പോസ് നമ്മൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിട്ടുന്നത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് ആണെങ്കിൽ അവിടെ ഒന്നും ചെയ്യേണ്ട, കേക്ക് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ സിമ്പിളായി ഓർത്ത് വെക്കേണ്ട കാര്യം, കെയുടെ വാല്യൂ കൊടുക്കേണ്ടത് നമ്മൾക്ക് കിട്ടിയ തീറ്റ 180നേക്കാളും വലുതാണ്. ഓക്കെ, ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ദെൻ കേക്ക് നമ്മൾ -1 കൊടുക്കണം. എന്നാലേ ഇതെന്തിലോട്ട് വരുള്ളൂ? പ്രിൻസിപ്പളിലോട്ട് വരുള്ളൂ. ഇഫ് തീറ്റ ലൈസ് ഇൻ ബിറ്റ്വീൻ, അതായത് -180യുടെയും 180യുടെയും ഇടയിലാണ് തീറ്റ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ 0 ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് തീറ്റ ലെസ് ദാൻ -180, -180നേക്കാളും ചെറുതാണ് തീറ്റ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടാൻ വേണ്ട കേക്ക് 1 കൊടുത്താൽ മതി. ഈ കാര്യം എപ്പോഴും ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസിലി ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോയി നോക്കാം. സോ ഇഫ് Z = 1 + √3i, then argument of Z, നോട്ട് ഡൗൺ, ആർഗ്യുമെന്റ് ഓഫ് Z ആണ് പറഞ്ഞത്. ആർഗ്യുമെന്റ് ഓഫ് Z എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രിൻസിപ്പൽ ആംപ്ലിറ്റ്യൂഡ് അല്ല, ഇതിൻ്റെ ജസ്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ അറിയാം
ഓൾറെഡി നമ്മൾ ഇത് ഒരുപാട് തവണ കണ്ടുപിടിച്ചതാണ്. ടാൻ ഇൻവേഴ്സ് √3/1. ടാൻ ഇൻവേഴ്സ് എത്രയാണ് √3 ആവണേ? π/3 വിച്ച് മീൻസ് 60 ഡിഗ്രി. ഇവിടെ റേഡിയനിലാണോ ഡിഗ്രിയിലാണോ തന്നേന്ന് നോക്കുക. ഡിഗ്രി റേഡിയനാണ്. സോ π/3 ആണ് ഇവിടെ ആൻസർ. ഓക്കെ, സോ വേറൊരു ചോദ്യമുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി പ്രിൻസിപ്പൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 - i? ഇത് കുറച്ചുകൂടി നല്ല ചോദ്യമാണ്. പ്രിൻസിപ്പൽ ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് മീൻസ് ആ സ്മോളസ്റ്റ് ആംഗിൾ -180യുടെയും 180യുടെയും ഇടയിൽ ലൈ ചെയ്യുന്ന ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 - i. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ആർഗൻ പ്ലെയിൻ വരയ്ക്കുക. ആൻഡ് ഇത് ഏത് ക്വാഡ്രന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. ഐ തിങ്ക് 4th ക്വാഡ്രന്റ് അല്ലേ? സോ ദിസ് ഈസ് 4th ക്വാഡ്രന്റ്. 4th ക്വാഡ്രന്റിലാണ് ഈ പറയുന്ന കോംപ്ലക്സ് നമ്പർ ലൈ ചെയ്യണത്. സോ 4th ക്വാഡ്രന്റ് ആണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റിന്റെ ആൻസർ അറിയാം. -θ ആണ് ചെയ്യേണ്ടത്. സോ ആദ്യം കൂടെ തീറ്റ കണ്ടുപിടിക്കുക. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ടാൻ ഇൻവേഴ്സ് 1/1. സോ ദാറ്റ് മീൻസ് π/4 ആണ് നമ്മുടെ തീറ്റ. തീറ്റ = π/4 എന്നാണ്. പക്ഷേ 4th ക്വാഡ്രന്റ് ആണെങ്കിൽ വി ഹാവ് ടു ഡു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ -π/4 ആയിരിക്കും ഇവിടെ ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ദി ആർഗ്യുമെന്റ് ഓഫ് 1 - i√3/1 + i√3. നമ്മൾക്ക് ആർഗ്യുമെന്റിന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ കോൺജുഗേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് റേഷണലൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും. ഒരുപാട് ലേറ്റ് ആവും, പക്ഷെ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ, അതായത് ആർഗ്യുമെന്റ് ഓഫ് z1/z2 = ആർഗ്യുമെന്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് z2. സോ ദാറ്റ് മീൻസ് സെപ്പറേറ്റ്ലി ഇതിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചാൽ മതി. ആദ്യം ന്യൂമറേറ്ററിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാം. ന്യൂമറേറ്റർ ഉള്ളത് എന്താ? 1 - i√3. 1 - i√3ന്റെ ആർഗ്യുമെന്റിനെ തീറ്റ എന്ന് വിളിച്ചാൽ 1 - i√3 ഏത് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക? 4th ക്വാഡ്രന്റ്. നമുക്കറിയാവുന്ന കാര്യമാണ് 4th ക്വാഡ്രന്റ്. സോ 4th ക്വാഡ്രന്റിൽ θ = -θ അല്ലേ? θ = -θ. സോ √3/1. സോ ദാറ്റ് മീൻസ് ടാൻ ഇൻവേഴ്സ് √3/1. ദാറ്റ് മീൻസ് എത്രയായിരിക്കും? π/3. ടാൻ എപ്പോഴാ √3 ആവണം? π/3. സോ ദാറ്റ് മീൻസ് എനിക്ക് എത്ര എഴുതാം? π/3 ആണ്. പക്ഷേ 4th ക്വാഡ്രന്റ് ആയതുകൊണ്ട് എനിക്കിത് എത്ര എഴുതാം? -π/3 എന്ന് എഴുതാം. ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല. ആൻഡ് അടുത്ത കോംപ്ലക്സ് നമ്പർ നമുക്കുള്ളത് 1 + i√3. 1 + i√3 ഏത് ക്വാഡ്രന്റ് എന്ന് നോക്കാം. 1 + i√3 നമുക്ക് ഇവിടെ ഉള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ θ = θ. സോ θ = π/3 തന്നെ കിട്ടും. സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടും. ആർഗ്യുമെന്റ് ഓഫ് z1 z2 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് π/3 -π/3 ഇങ്ങനെയല്ലേ ഉള്ളേ? കാരണം ന്യൂമറേറ്ററിന്റെ മാറിയാണ് നമ്മൾ എഴുതിയത്. അതായത് ന്യൂമറേറ്ററിന്റെ ആർഗ്യുമെന്റ്. ഓക്കെ, സോ നമുക്കിവിടെ ആർഗ്യുമെന്റ് ഓഫ് z1 എത്രയാണെന്ന് കിട്ടി? ആർഗ്യുമെന്റ് ഓഫ് z1 ന്യൂമറേറ്ററിന്റെ ആർഗ്യുമെന്റ് we got -π/3. argument of z1 -π/3 and argument of z2ന്റെ നമ്മൾക്ക് π/3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് z1/z2 എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ പോരെ? -π/3 -π/3 which is equal to -2π/3 ആണ് എന്ത് നമ്മുടെ ആർഗ്യുമെന്റ്. പക്ഷെ അത് ഓപ്ഷനിൽ ഉണ്ടാവില്ല. -2π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു -π/3 എന്ന് പറഞ്ഞാൽ 60. സോ -120 ഡിഗ്രിയാണ് നമ്മൾക്ക് കിട്ടിയ ആർഗ്യുമെന്റ്. -120 ഡിഗ്രി. സോ ഞാൻ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പറിന് ഒരു ആർഗ്യുമെന്റ് മാത്രമല്ല ഉള്ളത്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ് ഉണ്ടാവും. അത് ഓരോ 2πയിലും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ -120നെ ഒരു 2π വെച്ച് ഞാൻ ആഡ് ചെയ്യുന്നു. സോ ഇഫ് ഐ എം ആഡിങ് -120 + 2π എന്ന് പറഞ്ഞാൽ 360. കാരണം അതും സെയിം കോംപ്ലക്സ് നമ്പറിന് ആംഗിൾ തന്നെയായിരിക്കും. സോ നമ്മൾക്ക് ആൻസർ കിട്ടും -120 + 240 എന്ന് കിട്ടും. 240 ഓപ്ഷനിലുണ്ടോ? യെസ്, 240 ഓപ്ഷനിലുണ്ട്. സോ നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ആർഗ്യുമെന്റ് ഓഫ് 1 - i√3/1 + i√3 കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ന്യൂമറേറ്ററിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചു, ഡിനോമിനേറ്ററിന്റെ ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചു, ആർഗ്യുമെന്റിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതോ ഒരു ആർഗ്യുമെന്റ് കിട്ടി. നമ്മുടെ അടുത്ത് ഏതോ ഒരു ആർഗ്യുമെന്റ് ആണ്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് കിട്ടിയ ആർഗ്യുമെന്റ് -120 ആണ്. സോ അതിന്റെ നിയറർ ആയിട്ടുള്ള അടുത്ത ആർഗ്യുമെന്റ് നമ്മളൊരു 360 ആഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കി. സോ 240 ആണ് ആൻസർ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. i/2 - 2/i ഇതിന്റെ ആർഗ്യുമെന്റ് ആണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സോ ആക്ച്വലി ദിസ് ഈസ് വെരി സിമ്പിൾ. i/2 - 2/i നമുക്കറിയാം 1/i എന്ന് പറഞ്ഞാൽ -i ആണ്. സോ എനിക്ക് ഇവിടെ i/2 - 2 ×
മൈനസ് ഐ എഴുതാം. സോ ദാറ്റ് മീൻസ് ഐ ബൈ ടു പ്ലസ് 2i എഴുതാം. സോ 2 പ്ലസ് ഹാഫ് മീൻസ് 5/2. സോ ഐ ക്യാൻ റൈറ്റ് 5/2 i എന്ന് എഴുതാം. സോ ഈ പറയുന്ന കോംപ്ലക്സ് നമ്പറിന് റിയൽ പാർട്ടില്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ വരച്ചാൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു കോംപ്ലക്സ് നമ്പർ ഞാൻ വരച്ചാൽ ഇത് ഡെഫിനറ്റ്ലി y ആക്സിലായിരിക്കും ഉണ്ടാവുക. കാരണം റിയൽ പാർട്ട് ഇല്ലല്ലോ, ഇമാജിനറി പാർട്ട് മാത്രമാണ് ഉണ്ടാവുക. 5/2i. സോ ദാറ്റ് മീൻസ് എനിക്ക് ആൻസർ ഈസിലി പറയാൻ പറ്റും. ആൻസർ വിൽ ബി 5/2. കാരണം 90 ഡിഗ്രി ആണല്ലോ ആ ഒരു ആംഗിൾ. സോ ആൻസർ വിൽ ബി 5/2. ഓക്കെ. സോ അടുത്ത ചോദ്യം, ഇത് അത്യാവശ്യം നല്ല ചോദ്യമാണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ ഫ്യൂഷൻ ഓഫ് ട്രിഗ്നോമെട്രി ആൻഡ് കോംപ്ലക്സ് നമ്പർ. സോ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം കുറച്ച് നോളേജ് വേണം. സോ ഇത് ചെയ്യാനുള്ള നോളേജ് ഞാൻ ഇവിടെ എഴുതാം. അതായത് നമുക്ക് ഓൾറെഡി ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? കോസ് 2x. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ 2x ഇസ് ഇക്വൽ ടു 2 sin x cos x എന്നും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഇവിടെ നമ്മൾ ഓർത്ത് വെക്കാം. ഓക്കെ. സോ സൈൻ 2x ഇസ് ഇക്വൽ ടു 2 sin x cos x ആണെങ്കിൽ എനിക്ക് സൈൻ x ഇസ് ഇക്വൽ ടു 2 sin x/2 cos x/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബേസിക് ട്രിഗ്നോമെട്രി. അതുപോലെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് 2x ആണെങ്കിൽ എനിക്ക് ഇവിടെ കോസിൻ്റെ രീതിയിലും ഈ ഒരു ഇതിനെ ആക്കാം, സൈനിൻ്റെ രീതിയിലും ആക്കാം. സോ എനിക്ക് ഇതിനെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഇക്വൽ ടു കോസ് 2x എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ എനിക്ക് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ഇസ് ഇക്വൽ ടു കോസ് 2x. ഇത്രയും ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് the argument of z is equal to sin pi/5 plus I into 1 minus cos pi/5 ആണ് നമ്മളോട് ചോദിച്ചത്. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് അറിയാം tan ഇൻവേഴ്സ് b/a ആണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ഇക്വേഷൻ. അതായത് തീറ്റ ഇസ് ഇക്വൽ ടു tan ഇൻവേഴ്സ് b/a. ഇതാണ് ആർഗ്യുമെന്റിന്റെ ഇക്വേഷൻ. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് എഴുതാം തീറ്റ ഇസ് ഇക്വൽ ടു tan ഇൻവേഴ്സ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 1 മൈനസ് കോസ് pi/5 ഡിവൈഡഡ് ബൈ സൈൻ pi/5. ഇത് സോൾവ് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ആർഗ്യുമെന്റ് കിട്ടും. സോ ഇവിടെ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ. ഇവിടെ നോക്ക്, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റുന്നുണ്ട്? 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ x/2 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഞാനിവിടെ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് pi/5 എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ x/10, 2 സൈൻ സ്ക്വയർ x/10 ഡിവൈഡഡ് ബൈ സൈൻ pi/5 എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. 2 സൈൻ pi/10 കോസ് pi/10 എഴുതാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ എനിക്കിവിടെ സൈൻ pi/10ഉം 2ഉം ഒരു സൈൻ pi/10ഉം കട്ടാവും. സോ ദാറ്റ് മീൻസ് our given equation will become tan inverse sin pi/10 by cos pi/10 tan pi/10 വരും. tan inverse of tan x എന്ന് പറഞ്ഞാൽ it is tan x. So my answer will be tan inverse of tan x എന്ന് പറഞ്ഞാൽ x ആണ്. So that means my answer will become pi/10. So I can write down the answer as pi/10 ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആർഗ്യുമെന്റ്. pi/10 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ബേസിക് ട്രിഗ്നോമെട്രി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ. സോ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇതും അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ്. If z1 and z2 are two complex numbers such that z1 plus z2 is equal to mod z1 plus z2 is equal to mod z1 plus z2, then argument of z1 by z2 is equal to.
ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പ്രോപ്പർട്ടി ശരിക്കും ഇല്ല, ഇങ്ങനൊരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യണില്ല, ഇങ്ങനൊരു പ്രോപ്പർട്ടി ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യണില്ല. കോൺജുഗേറ്റിനാണ് z1 + z2 ഓൾ ബാർ ഇസിക്കൽ ടു z1 ബാർ + z2 ബാർ എന്ന് എഴുതാൻ പറ്റുക. പക്ഷെ മോഡുലസിന് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഇല്ല. ഇങ്ങനൊരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ, അവിടെ ഒരു കണ്ടീഷൻ എന്തായാലും ഉണ്ട്. ദാറ്റ് കണ്ടീഷൻ ഈസ് ഹൈദർ ദ കോംപ്ലക്സ് നമ്പർ ഷുഡ് ബി പ്യൂർലി റിയൽ. അത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും, അതായത് z1, z2 രണ്ടും എന്തായിരിക്കണം, പ്യൂർലി റിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ z1, z2 പ്യൂർലി ഇമാജിനറി ആയിരിക്കണം. സോ എന്നാൽ മാത്രമേ ഇത് സാറ്റിസ്ഫൈ ആവുള്ളൂ. സോ രണ്ട് കോംപ്ലക്സ് നമ്പർ പ്യൂർലി റിയൽ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കൂലേ, π/2 ആയിരിക്കും, അല്ല 0 ആയിരിക്കും. ഇനി രണ്ടും പ്യൂർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കൂലേ, രണ്ടും π/2 ആയിരിക്കും. സോ ആർഗ്യുമെൻറ്റ് ഓഫ് z1 z2 ആണ് ചോദിച്ചത്. സോ നമ്മൾക്ക് പറയാൻ പറ്റും ആർഗ്യുമെൻറ്റ് ഓഫ് z1 z2 എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് ഓഫ് z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് z2. ഞാൻ ഇവിടെ പറഞ്ഞു ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സും പ്യൂർലി റിയൽ ആയിരിക്കണം, പ്യൂർലി ഇമാജിനറി ആയിരിക്കണം. പ്യൂർലി റിയൽ ആയാൽ രണ്ടിൻ്റെയും ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കും, പ്യൂർലി ഇമാജിനറി ആയാലും രണ്ടിൻ്റെ ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കും. സോ z1 z2 ആർഗ്യുമെൻറ്റ് സെയിം ആണെങ്കിൽ z1 മൈനസ് z2 എന്തായിരിക്കും, ആൻസർ വിൽ ബി 0. ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് അവർ കറക്റ്റ് ആൻസർ. സോ അടുത്തൊരു ചോദ്യം, ഇതും വളരെ നല്ലൊരു ചോദ്യമാണ്. ലെറ്റ് z1 and z2 be two complex numbers such that z1 bar plus iz2 bar is equal to 0 and argument of z1 z2 is equal to π. Then find argument of z1. സ്ഥിരമായി ജെയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു ഈസ്, സോ ഇവിടെ ഒരുപാട് ആർഗ്യുമെന്റ് ഉണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു ഡു ആർഗ്യുമെന്റ് ഓഫ് z1. ആർഗ്യുമെന്റ് ഓഫ് z1 എനിക്ക് ആൽഫ എന്ന് വിളിക്കുകയാണ് ഞാൻ തൽക്കാലം ഫോർ ടൈം ബീങ്. ആൻഡ് ആർഗ്യുമെന്റ് ഓഫ് z2 ഞാൻ ബീറ്റ എന്ന് വിളിക്കുകയാണ്. ആർഗ്യുമെന്റ് ഓഫ് z1 ആൽഫ ആണ്, ആർഗ്യുമെന്റ് ഓഫ് z2 ബീറ്റ ആണ്. ഓക്കെ, സോ ആർഗ്യുമെന്റ് ഓഫ് z1 z2 π എന്ന് തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് എനിക്കൊരു കാര്യം ചെയ്താൽ എന്താ, ആർഗ്യുമെന്റ് ഓഫ് z1 പ്ലസ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു, ആർഗ്യുമെന്റ് ഓഫ് z2 is equal to π. ആർഗ്യുമെന്റ് ഓഫ് z1 ആണ്. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് ആൽഫ പ്ലസ് ബീറ്റ is equal to π. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് റിക്വയർഡ് ഇക്വേഷൻ. ആൻഡ് വേറെ എന്തെങ്കിലും കാര്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? യെസ്, z1 ബാർ പ്ലസ് iz2 ബാർ is equal to 0. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് z1 ബാർ പ്ലസ് iz2 ബാർ is equal to 0. സോ ദാറ്റ് മീൻസ് z1 ബാർ is equal to മൈനസ് iz2 ബാർ. ഞാൻ രണ്ട് സൈഡും ആർഗ്യുമെന്റ് എടുക്കുകയാണ്. ഒരു കാര്യം നമ്മൾക്കറിയാം, ആർഗ്യുമെന്റ് ഓഫ് z1 ആൽഫ ആണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് z1 ബാർ എത്രയായിരിക്കും, മൈനസ് ആൽഫ ആയിരിക്കും. ആർഗ്യുമെന്റ് ഓഫ് z2 ബാർ എത്രയായിരിക്കും, മൈനസ് ബീറ്റ ആയിരിക്കും. ഇത് നമ്മൾ ആർഗ്യുമെന്റിന്റെ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. സോ അതിവിടെ നമ്മൾക്ക് ഇവിടെ രണ്ട് സൈഡും ആർഗ്യുമെന്റ് എടുത്ത് നോക്കാം. രണ്ട് സൈഡും ആർഗ്യുമെന്റ് എടുക്കുമ്പോൾ ആർഗ്യുമെന്റ് ഓഫ് z1 ബാർ ഇസ് ഇക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് മൈനസ് ഐ പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 ബാർ. സോ ആർഗ്യുമെന്റ് ഓഫ് z1 ബാർ എന്താ, മൈനസ് ആൽഫ. ആർഗ്യുമെന്റ് ഓഫ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് y ആക്സിസിലായിരിക്കും, മൈനസ് π/2 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് z2 ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് ബീറ്റ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് എനിക്ക് ആൽഫ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഐ ക്യാൻ റൈറ്റ് ആൽഫ മൈനസ് ബീറ്റ ഈസ് ഇക്വൽ ടു π/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ എനിക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ, ആർഗ്യുമെന്റ് ഓഫ് z1. ദാറ്റ് മീൻസ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആൽഫയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. സോ 1 + 2 ഞാൻ ആഡ് ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് 2 ആൽഫ is equal to π + π/2, 1 + half. സോ 3 π/2 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ആൽഫ is equal to I can write 3 π/4 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് നമുക്ക് ആർഗ്യുമെന്റ് അത്രയും ഇതായി കണ്ടുപിടിക്കാൻ പറ്റി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ ഇത് സ്ഥിരമായി ജെയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, അടുത്തത് നമുക്ക് ആർഗ്യുമെന്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. ഒരുപാട് റെപ്രസെന്റേഷൻ ഉണ്ട് കോംപ്ലക്സ് നമ്പറിന്. ഒന്ന് നോർമൽ റെപ്രസെന്റേഷൻ, നമ്മൾ സാധാ റെപ്രസെന്റ് ചെയ്യൂല, അതായത് ഒരു ആർഗ്യുമെന്റ് പ്ലെയിനിൽ. ആൻഡ് അതാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, x, y r is equal to mod z. ഓക്കെ, ഈ ഒരു രീതിയിൽ. ആൻഡ് അതല്ലാത്ത നമ്മൾക്ക് പോളാർ റെപ്രസെന്റേഷൻ ഉണ്ട്. പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ നമ്മൾക്ക് ഇവിടെ സൈൻ തീറ്റ എടുക്കാം. ഓക്കെ, സോ നമ്മൾക്ക് ജനറൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമ്മൾക്ക് അറിയാം, z ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നറിയാം. സോ ഇവിടെ തീറ്റ, ഇവിടെ ഞാൻ സൈൻ തീറ്റ എടുക്കുവാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു വി നോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോത്തീനിയസ്. ഇവിടെ ഓപ്പോസിറ്റ് എത്രയാ നമ്മൾക്കറിയാം, y. ഹൈപ്പോത്തീനിയസ് എത്രയാ, r. ഓക്കെ, ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് r സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു y. r സൈൻ തീറ്റ ഈസ് ഇക്വൽ ടു y എന്ന് എഴുതാം. സിമിലർലി കോസ് തീറ്റ എടുത്താൽ എനിക്ക് എഴുതാൻ പറ്റും r കോസ് തീറ്റ ഈസ് ഇക്വൽ ടു നമ്മൾക്ക് x എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കൊണ്ടുപോയി നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുത്താൽ നമ്മൾക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ആൻഡ് വേറൊരു റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്, ആർ ഇ റേസ് ടു ഐ തീറ്റ. അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന കലക്റ്റീവ്ലി നമ്മൾക്ക് ഇ റേസ് ടു ഐ തീറ്റ എന്ന് വിളിക്കാം. ഈ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂളേറിയൻ റെപ്രസെൻറ്റേഷൻ. ഇതിനിപ്പോൾ തൽക്കാലം നമ്മൾക്ക് പ്രൂഫ് ഒന്നുമില്ല, അതായത് നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുമായിരിക്കും ആ ഒരു പ്രൂഫ്. എഞ്ചിനീയറിംഗിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് യൂളേറിയൻ ഫോം പഠിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതുവരെ 3 ഫോം പഠിച്ചു. വെക്ടർ ഫോം പഠിച്ചില്ല, നോർമൽ ഫോമും പോളാർ ഫോമും പിന്നെ യൂളേറിയൻ ഫോമും, 3 ഫോമുണ്ട്. ഈ ഫോമിനാണ് നമ്മൾ എന്ത് പറയുക, പോളാർ ഫോം എന്ന് പറയാം. ഇതെന്ത് ഫോമാണ്, പോളാർ ഫോമാണ്. ഓക്കെ, സോ അടുത്തത് വെക്ടർ റെപ്രസെൻറ്റേഷൻ. ദിസ് ഇസ് ലീസ്റ്റ് ഇമ്പോർട്ട്. അങ്ങനെ ജയ്ക്ക് ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല, ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ ഉണ്ട്, ഇമാജിനറി ആക്സിസ് ഉണ്ട്, റിയൽ ആക്സിസ് ഉണ്ട്. സോ എക്സ് കോമ വൈ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാം. സോ ഈ ഐ കോംപ്ലക്സ് നമ്പറിൻ്റെ ഐ യാതൊരു ബന്ധമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ വെച്ച് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ വിളിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. അടുത്തത് ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. സോ ഒരു കോംപ്ലക്സ് നമ്പറിന് എന്തുണ്ട്, ലോഗരിതം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, അവരാണ് ലോഗരിതം ഉണ്ട് എന്ന് പറഞ്ഞത്. സോ നമ്മൾക്കറിയാം കോംപ്ലക്സ് നമ്പറിന്റെ യൂളറിയൻ ഫോം ആണ് z ഇസ് ഇക്വൽ ടു r ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, ഇതാണ് യൂളറിയൻ ഫോം. സോ ഞാൻ രണ്ട് സൈഡും ലോഗ് എടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ലോഗ് z ഇസ് ഇക്വൽ ടു ലോഗ് r ഇ റേസ് ടു ഐ തീറ്റ. നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാം, അതായത് ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. സോ എനിക്ക് എഴുതാം ലോഗ് ആർ പ്ലസ് ലോഗ് ഇ റേസ് ടു ഐ തീറ്റ. സോ ലോഗ് സെഡ് ഇസ് ഇക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം മോഡ് സെഡ്. സോ ലോഗ് മോഡ് സെഡ് പ്ലസ് ലോഗ് എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എം ലോഗ് എ. സോ ഐ റേസ് ടു ഐ തീറ്റ ലോഗ് ഇ എന്ന് എഴുതാം. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾക്ക് ഈ ഒരു ഫോമിലോട്ട് എത്തും. അതായത് ലോഗ് സെഡ് ഇസ് ഇക്വൽ ടു ലോഗ് മോഡ് സെഡ് പ്ലസ് ഐ ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. ഈ ഒരു ഫോമിലോട്ട് എത്താൻ പറ്റും. സോ ഇതും അഡ്വാൻസിൻ്റെ ടോപ്പിക്കാണ്, ജെയ് മെയിൻസിന് യൂഷ്വലി ചോദിക്കാറില്ല, കുറച്ചുകൂടി റെയറസ്റ്റ് ആയിട്ടാണ് ഇത് ചോദിക്കുക. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ഫ്രം ദിസ് ചാപ്റ്റർ, ഡി മോയിവേഴ്സ് തിയറം. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂളേഴ്സ് ഫോമിലൊക്കെ എഴുതുന്നത്. അതായത് ഇ റേസ് ടു ഐ തീറ്റ വെച്ചിട്ടാണ് ചെയ്യുക. അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, പവർ വെച്ച് റേസ് ചെയ്തതിനെ നമ്മൾ തീറ്റയുടെ കോവിഷ്യൻ്റായി എഴുതി. സോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇക്വേഷൻ ആണ്. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതിയാണ്. സോ സിമിലർലി കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു എൻ നമ്മൾക്ക് കോസ് തീറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം. ഇതാണ് ഡി മോയിവേഴ്സ് തിയറം, DMT എന്നും പറയും. ഓക്കെ, സോ നിങ്ങൾ പറയും ഇതിൻ്റെ പ്രൂഫ് ആണെന്ന്. പ്രൂഫ് ഒന്നുമില്ല, നമുക്ക് യൂഷ്വലി ചെയ്യാം. z ഇസ് ഇക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ, നമുക്ക് യൂളറിയൻ ഫോം ഉണ്ട്. അതേപോലെ z ഇസ് ഇക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ നമ്മൾക്ക് എന്തുണ്ട്, പോളാർ ഫോം ഉണ്ട്. സോ ഞാനിവിടെ z റേസ് ടു n എന്ന് പറഞ്ഞാൽ എനിക്ക് ആർ ഇ റേസ് ടു ഐ തീറ്റ ഓൾ റേസ് ടു n എന്ന് എഴുതി കൂടെ. സോ ദാറ്റ് മീൻസ് z റേസ് ടു n ഇസ് ഇക്വൽ ടു ആർ റേസ് ടു n ഇ റേസ് ടു ഐ n തീറ്റ എന്ന് എഴുതാം. സോ z റേസ് ടു n ഇസ് ഇക്വൽ ടു ആർ റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു ഐ എൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഇങ്ങനെ നമ്മൾക്ക് ഡി മോയിവേഴ്സ് തിയറം എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഐ തീറ്റ ഉണ്ടാകുമ്പോൾ ഇവിടെ തീറ്റ, അതിൻ്റെ കോഫിഷ്യൻ്റ് തീറ്റ, ഇവിടെ അതിൻ്റെ കോഫിഷ്യൻ്റ് എൻ തീറ്റ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ എൻ തീറ്റ എന്ന് എഴുതി. സോ ഇതുപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇതിനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. റെപ്രസെൻറ്റ് z ഇസ് ഇക്വൽ ടു 1 പ്ലസ്
I√3 in the polar form. ഓക്കെ, ഇതിനെ നമുക്ക് പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ നമുക്കറിയാം പോളാർ ഫോം എന്ന് പറഞ്ഞാൽ Z = R into cos theta plus I sin theta. സോ Z = R എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. √1 + √3. സോ ദാറ്റ് മീൻസ് √4 എത്രയാണ്? 2 വന്നു. ആൻഡ് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാം. √3/1 ആർഗ്യുമെന്റ് π/3 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 2 cos π/3 plus I sin π/3. തീറ്റ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ? കാരണം തീറ്റ എങ്ങനെ കണ്ടുപിടിച്ചത് ഇവിടെ ഡയറക്ട്ലി നമ്മൾ ആർഗ്യുമെന്റിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തതാണ്. സോ 2 cos π/3 plus I sin π/3 അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. സോ വേറൊരു ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദി പോളാർ ഫോം ഓഫ് Z = I⁻25 whole cube? സോ ഇത് ചെയ്യാനും എളുപ്പമാണ്. I⁻25 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം I⁻4k എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ ഇത് I ആണ്. സോ I³ എന്ന് പറഞ്ഞാൽ -I. സോ Z = -I പോളാർ ഫോമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. -I മോഡുലസ് മോഡ് Z എടുത്താൽ ഇതിന്റെ മോഡുലസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ മോഡുലസ് കൊണ്ട് വലിയ കാര്യമില്ല. ഇനി ഇതിന്റെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ -π/2 ആണ് ഇതിന്റെ ആർഗ്യുമെന്റ്. തീറ്റ = എത്രയാ? -π/2. സോ ദാറ്റ് മീൻസ് എനിക്ക് ഇതിന്റെ പോളാർ ഫോമിൽ എഴുതാം cos -π/2 plus I sin -π/2 എന്ന് എഴുതാൻ പറ്റും. സോ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ആൻഡ് അടുത്തൊരു ചോദ്യം, if Z = R cos theta plus I sin theta, then value of Z/Z bar plus Z/Z. ഇത് ചെയ്യാനാണ് ചോദിച്ചത്. സോ വിൽ തിങ്ക് ഇത് ആക്ച്വലി ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഈസിയാണ്. നമ്മൾക്ക് പോളാർ ഫോമും യൂളറിയൻ ഫോമും ഉണ്ടെങ്കിൽ ഡയറക്ട്ലി ഇത് ചെയ്യാൻ പറ്റും. സോ വിൽ ഡു ദിസ്. സോ Z എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം Z = R e⁻I⁻θ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ആൻഡ് Z⁻ = R e⁻−I⁻θ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് മീൻസ് Z/Z ബാർ എന്ന് പറഞ്ഞാൽ എന്താ? R e⁻I⁻θ/R e⁻−I⁻θ പ്ലസ് Z ബാർ എന്ന് പറഞ്ഞാൽ R e⁻I⁻θ/R e⁻I⁻θ. എല്ലായിടത്തുനിന്നും R കട്ടായി പോയി. A⁻m/A⁻n എന്ന് പറഞ്ഞാൽ A⁻m-n. സോ ഐ ക്യാൻ റൈറ്റ് e⁻I2θ പ്ലസ് e⁻−I2θ. e⁻I2θ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം cos 2θ പ്ലസ് I sin 2θ. ഇനി e⁻−I2θ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം cos 2θ, കാരണം cos ഓഫ് -θ തന്നെയാണ്, മൈനസ് I sin 2θ. സോ ഇവിടെ ആരൊക്കെ കട്ടായി പോവും? I sin 2θയും -I sin 2θയും കട്ടായി പോവും. സോ ആൻസർ വിൽ ബി 2 cos 2θ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2 cos 2θ. യെസ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഓഫ് sin 40° plus I cos 40° all raised to 5. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. യൂഷ്വലി നമ്മൾ പോളാർ ഫോമിൽ പറയണത് R = cos θ plus I sin θ എന്നല്ല. പക്ഷെ ഇവിടെ നോക്കിയേ, sin θ plus I cos θ എന്നാണ് ഉള്ളത്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. സൈനും കോസും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതായത് കോംപ്ലിമെന്ററി ആംഗിൾ അങ്ങനെ പറഞ്ഞാൽ sin 30യും cos 60യും സെയിം അല്ലേ? കാരണം 30 + 60 90 ആവുന്നുണ്ടെങ്കിൽ sin 30യും cos 60യും സെയിം ആണ്. സോ അതുകൊണ്ട് ഇവിടെ എനിക്ക് sin 40ന് പകരം എന്ത് എഴുതാം? sin 40ന് പകരം ഐ ക്യാൻ cos 50 എഴുതാം. സോ cos 50യും sin 40യും എന്താണ്? സെയിം ആണ്. പ്ലസ് I ഇൻറ്റു cos 40ക്ക് പകരം എനിക്ക് sin 50 എഴുതാം, all raised to 5. ഓക്കെ, ഇങ്ങനെ എഴുതി. സോ ദാറ്റ് മീൻസ് എനിക്കിത് അടുത്ത സ്റ്റെപ്പിൽ എന്താക്കി എഴുതാം? cos θ plus I sin θ all raised to n. ഡി മോയിവേഴ്സ് തിയറം എനിക്ക് ഈ n അകത്തോട്ട് എടുക്കാം. സോ ദാറ്റ് മീൻസ് ഐ ക്യാൻ റൈറ്റ് cos 250 plus I sin 250 എന്ന് എടുക്കും. ഓക്കെ, സോ ഇവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആർഗ്യുമെന്റ് ഇവിടെ തീറ്റ എത്രയാണ്? 250 ആണ്.
ആർഗ്യുമെന്റ് എന്ന് കിട്ടിയത്, തീറ്റ ആർഗ്യുമെന്റ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് പ്രിൻസിപ്പൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. സോ നമ്മൾക്ക് കിട്ടിയ തീറ്റ ഗ്രേറ്റർ ദാൻ 180 ആണല്ലോ. ഗ്രേറ്റർ ദാൻ 180 കിട്ടിയാൽ നമ്മൾ കേക്ക് എത്രയാണ് കൊടുക്കുക? പ്ലസ്, സോ ദാറ്റ് മീൻസ് 250 പ്ലസ് 2k പൈ കൊടുക്കണം. ഓക്കെ, ഇവിടെ കെ ഗ്രേറ്റർ ദാൻ 180 ആയതുകൊണ്ട് കെ നമ്മൾ എത്ര കൊടുക്കും? -1 കൊടുക്കും. കെ -1 കൊടുത്താൽ 250 മൈനസ് 360. 250 മൈനസ് 360 എന്ന് പറഞ്ഞാൽ -110 എന്ന് വരും. -110 എന്ന ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. ഇത് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അത്. ഓക്കെ, സോ -110 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യമുണ്ട്. കൺവേർട്ട് z is equal to 1 minus I in polar form. ഇതും വളരെ നല്ലൊരു ചോദ്യമാണ്. ജെ ലെവലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ കൺവേർട്ട് z is equal to 1 minus I. സോ ആദ്യം ന്യൂമറേറ്ററിനെ ഞാൻ പോളാർ ഫോമിലോട്ട് മാറ്റട്ടെ, എന്നിട്ട് എനിക്ക് ഡിനോമിനേറ്ററിനെ മാറ്റാം, അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ ഞാൻ യൂലറിയൻ ഫോമിലോട്ട് മാറ്റാം. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. സോ 1 minus I എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പ്രാക്ടീസ് കൊണ്ട് പറയാൻ പറ്റണം. കാരണം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ടാൻ ഇൻവേഴ്സ് 1/1 π/4. ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ π മൈനസ് തീറ്റ. സോ π മൈനസ് തീറ്റ. ഓക്കെ, മനസ്സിലാത്ത ആൾക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് z is equal to I minus 1 ഇതിനെനിക്ക് ഡയറക്റ്റ്ലി e raised to I π/3 എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ I-1 ഞാൻ ഇവിടെ ചെയ്യാം. I-1 എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഈ ഒരു ക്വാഡ്രന്റിലായിരിക്കും. ഈ ഒരു ക്വാഡ്രന്റിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? π മൈനസ് തീറ്റയാണ്. സോ ദാറ്റ് മീൻസ് π മൈനസ് π/4. π മൈനസ് π/4 എന്ന് പറഞ്ഞാൽ 3π/4 എന്ന് വരും ആംഗിൾ. സോ ദാറ്റ് മീൻസ് എനിക്ക് എഴുതാം z is equal to ആൻഡ് അതിൻ്റെ ആർഗ്യുമെന്റ് 2√2 ആണ്. സോ √2 e raised to I എത്രയാണ് നമുക്ക് വന്നത്? 3π/4. 3π/4 ഡിവൈഡഡ് ബൈ e raised to I π/3. സോ ദാറ്റ് മീൻസ് എനിക്ക് z is equal to √2 into e raised to 3π/4 മൈനസ് π/3 ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കൂ, 3π/4 മൈനസ് π/3 ചെയ്താൽ 3 into 3π 9π മൈനസ് 4π 5π/12 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് √2 into e raised to I 5π/12 എന്ന് കിട്ടും. സോ ഇതിനെ പോളാർ ഫോമിലോട്ട് എഴുതുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? z is equal to √2 into cos 5π/12 പ്ലസ് I sin 5π/12 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും എഴുതുക? പോളാർ ഫോമിൽ എഴുതുക. ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റി. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. യെസ്, ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ ആൻസർ അല്ലേ? യെസ്. സോ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കാര്യമൊന്നും ചെയ്തില്ല. ന്യൂമറേറ്ററിനെ എന്തായിട്ട് മാറ്റിയതാണ്? ന്യൂമറേറ്ററിനെ ജസ്റ്റ് ഒന്ന് പോളാർ ഫോമിലോട്ട് യൂലറിയൻ ഫോമിലോട്ട് മാറ്റി ആർഗ്യുമെൻറ്റ് കണ്ടുപിടിച്ചു, മോഡുലസ് കണ്ടുപിടിച്ചു, പിന്നെ യൂലറിയൻ ഫോമിലോട്ടും പോളാർ ഫോമിലോട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടി. സോ അടുത്തൊരു ചോദ്യമുണ്ട്. ഇതും യു വിൽ തിങ്ക് ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. ഈ ഒരു ചോദ്യം ചെയ്തു നോക്കാം. 1 + I√3 if n is a positive integer, then 1 + I√3 all raised to n plus 1 minus I√3 all raised to n is equal to. So 1 + I√3 എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, മോഡുലസ് കണ്ടുപിടിക്കണം. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 2 ആണ് മോഡുലസ് അല്ലേ? കാരണം നമുക്കറിയാം, കാരണം 1 + I√3 √(1² + √3² എന്ന് പറയുമ്പോൾ 1 + 4 √2. സോ എനിക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, 2 e raised to I π/3 2 e raised to I π/3 all raised to n എന്ന് എഴുതാൻ പറ്റും. ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇതിനെ ഡയറക്റ്റ്ലി ഈ ഒരു ഫോമിൽ എഴുതാൻ നമ്മൾക്ക് പ്രാക്ടീസ് വേണം. പ്ലസ് 1 minus I√3. സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ കോൺജുഗേറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് അതിൻ്റെ യൂലറിയൻ ഫോം എന്ന് പറഞ്ഞാൽ സെയിം നെഗറ്റീവ് വരും, -I π/3 all raised to n എന്ന് വരും. സോ ഇവിടെ എനിക്ക് 2 raised to n കോമൺ ആയി എടുക്കാം. ദെൻ ബ്രാക്കറ്റിനകത്ത് e raised to I π/3 പ്ലസ് e raised to -I π/3 all raised to n എന്ന് വരും. ഇങ്ങനെ വന്നതിൽ ഡൗട്ട് ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് 2 raised to n into e raised to in π/3 പ്ലസ് e raised to -in π/3 എന്ന് വരും. ഓക്കെ, ഇതിലും ഡൗട്ട് ഉണ്ടാവില്ല. ലൈക്ക് ഡയറക്റ്റ്
എക്സ്പൊണന്റ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്താ എ റേസ് ടു എം എൻ. സോ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഇതിനെ പോളാർ ഫോമിലോട്ട് എഴുതാം. സോ ദാറ്റ് മീൻസ് 2 റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു ഐ എൻ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം കോസ് എൻ പൈ ബൈ 3 പ്ലസ് ഐ സൈൻ എൻ പൈ ബൈ 3 പ്ലസ് കോസ് എൻ പൈ ബൈ 3 മൈനസ് ഐ സൈൻ എൻ പൈ ബൈ 3 എന്ന് എഴുതാം. ഓക്കെ, അതായത് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി ആൻഡ് ഇതിനെ ഇങ്ങനെ എഴുതി. ഇവിടെ ആരൊക്കെ കട്ടായി പോകും? ഐയും കട്ടായി പോകും. സോ ഐ ക്യാൻ റൈറ്റ് 2 റേസ് ടു എൻ ഇൻറ്റു 2 കോസ് എൻ പൈ ബൈ 3 എന്ന് എഴുതാം. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ ക്യാൻ റൈറ്റ് 2 റേസ് ടു എൻ പ്ലസ് 1 കോസ് എൻ പൈ ബൈ 3 എന്ന് എഴുതാം. അങ്ങനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ ഇതും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജെഇ ലെവൽ ചോദ്യമാണ്, നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു. ഹലോ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോംപ്ലക്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. അല്ല എക്സ്പ്ലെയിൻ ആക്ച്വലി അത് എന്താണ്. സോ അതായത് സിമ്പിളായി പറയുകയാണെങ്കിൽ എക്സ് ഇസിക്കൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ 1 എന്നാണ് അർത്ഥം. സോ സിമിലർലി എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 1 അങ്ങനെയാണെങ്കിൽ എക്സിന് 2 വാല്യൂ ഉണ്ടാവും. ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് ആ 2 വാല്യൂ ഒന്നല്ലെങ്കിൽ പ്ലസോ മൈനസ് 1 ആവാം. ഈ 2 വാല്യൂ അതിന് സാറ്റിസ്ഫൈ ആവും. സപ്പോസ് ഇപ്പൊ നമ്മൾക്ക് എക്സ് ക്യൂബ് ഇസിക്കൽ ടു 1 എന്നുണ്ട്. സോ ഇതിന് ആക്ച്വലി 3 റൂട്ട് ഉണ്ടാവണ്ടേ? ഒരു റൂട്ട് 1 ആണ്, ബാക്കി 2 റൂട്ട് ഏതാ? അല്ലേ, -1 ഇതിൽ സാറ്റിസ്ഫൈ ആവോ? ഇല്ല. സോ വേറെ 2 റൂട്ട് ആക്ച്വലി ഇതിനുണ്ട്. ഓക്കെ, 1 മാത്രമല്ല എക്സ് ക്യൂബ് ഇസിക്കൽ ടു 1ന്റെ റൂട്ട്, വേറെയും 2 റൂട്ട് ഉണ്ട്. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോംപ്ലക്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി പഠിക്കുന്നത്. ഓക്കെ, സോ കോംപ്ലക്സ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഡിറൈവേഷൻ കാണിച്ചു തരാം. ഈ ഒമേഗ എന്താണ്, ഒമേഗ സ്ക്വയർ എന്താണെന്നൊക്കെ ഞാൻ ഡിറൈവേഷൻ കാണിച്ചു തരാം. സോ ഫോർ ദാറ്റ് ഈ എക്സ് ക്യൂബ് ഇസിക്കൽ ടു 1 അതിനെനിക്ക് എക്സ് ക്യൂബ് മൈനസ് 1 ഇസിക്കൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, എക്സ് ക്യൂബ് മൈനസ് 1 ഇസിക്കൽ ടു 0 എനിക്ക് എക്സ് ക്യൂബ് മൈനസ് 1 ക്യൂബ് ഇസിക്കൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആൻഡ് നമ്മൾക്കൊരു എക്സ്പാൻഷൻ അറിയാം. അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസിക്കൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ നമുക്ക് ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തു വെക്കണം. ആ ഒരു ഇക്വേഷൻ നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ക്യൂബ് നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 1 സെക്കൻഡ്. നമ്മൾക്ക് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസിക്കൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എഴുതിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 നമ്പറിന്റെ പ്രോഡക്റ്റ് 0 ആണ്. സോ ദാറ്റ് മീൻസ് ഐദർ എക്സ് ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു 1 നമ്മൾക്ക് ഓൾറെഡി അറിയാം, ഇതിന്റെ ഒരു റൂട്ടാണ്. ബാക്കി 2 റൂട്ട് ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമ്മൾക്ക് കിട്ടും. സോ ആ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന 2 റൂട്ടാണ് z ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 ബൈ 2ഉം -1 മൈനസ് ഐ റൂട്ട് 3 ബൈ 2. കാരണം ഇതിന് റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല, ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും അതിനുണ്ടാവുക. സോ ഇമാജിനറി റൂട്ട്സ് ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസിക്കൽ ടു 0 സോൾവ് ചെയ്താൽ നമ്മൾക്ക് ഇവിടെ കിട്ടും -1. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 മൈനസ് 4 ബൈ 2. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് -1 പ്ലസ് റൂട്ട് 3 ഐ ബൈ 2 -1 മൈനസ് റൂട്ട് 3 ഐ ബൈ 2 2 റൂട്ട് കിട്ടും. അതിലുള്ള ഒരു റൂട്ടിനെ നമ്മൾ ഒമേഗ എന്ന് വിളിക്കും, മറ്റേ റൂട്ടിനെ ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, അതായത് എക്സ് ക്യൂബ് ഇസിക്കൽ ടു 1 എന്നുള്ള, അതായത് സെഡ് ക്യൂബ് ഇസിക്കൽ ടു 1 എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ സെഡിന് 3 വാല്യൂ ഉണ്ടാവും. ഒരു വാല്യൂ 1, ബാക്കി 2 വാല്യൂ, ഒന്ന് ഒമേഗ മറ്റത് ഒമേഗ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഒന്നിനെ ഒമേഗ മറ്റതിനെ ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഈ ഒമേഗനെ നമ്മൾ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ഒമേഗ സ്ക്വയർ എന്ന് വിളിക്കുക. ഓക്കെ, സോ നമ്മൾക്ക് ഇവിടെ ഇത് വെച്ച് ബാക്കി കുറെ പ്രോപ്പർട്ടീസ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് 3 ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നമ്മൾക്ക് സം ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞു
x square is equal to plus or minus 1. 1 minus 1 is equal to 0. Product sum 0 കിട്ടും. അതേപോലെ x cube is equal to 1ന്റെ 3 റൂട്ടാണ് 1 ഒമേഗ ഒമേഗ സ്ക്വയർ. ഇത് മൂന്നും സം ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ആൻഡ് അതേപോലെ നമ്മൾ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ചെയ്താൽ നമ്മൾക്ക് 1 കിട്ടും. ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ഇസ് ഇക്വൽ ടു 1. നമ്മൾക്കത് ചെയ്ത് നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ സിമിലർലി നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ച പോലെ ഒമേഗ റേസ് ടു 3k 1 എന്ന് പറയാം, ഒമേഗ റേസ് ടു 3k plus 1 ഒമേഗ എന്ന് പറയാം, ഒമേഗ റേസ് ടു 3k plus 2 ഒമേഗ സ്ക്വയർ എന്ന് പറയാം. ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾക്ക് ഉണ്ട്. ഓക്കെ, സോ അതേപോലെ nth റൂട്ട് ഓഫ് യൂണിറ്റി നമ്മൾക്ക് ചെയ്യാൻ മതി. ഇപ്പൊ നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് കണ്ടുപിടിച്ചത്. nth റൂട്ട് ഓഫ് യൂണിറ്റി ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അതായത് എത്രാമത്തെ റൂട്ടാണോ കണ്ടുപിടിച്ചത് അതാണ് ഇവിടെ എന്നിൽ ഡിനോമിനേറ്ററിൽ നമ്മൾ ഇടുന്നത്. കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് റൂട്ടിന് നമ്മൾ k 0 തൊട്ട് കൊടുക്കും. സെക്കൻഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ 1 2. ഫോർ എക്സാമ്പിൾ ഇഫ് വി നീഡ് z റേസ് ടു 5 is equal to 1. ഓക്കെ, ഇവിടെ സെഡിന്റെ വാല്യൂ, സെഡിന് 5 വാല്യൂ ഉണ്ടാവും. സോ ഒരു വാല്യൂ എനിക്ക് ഓൾറെഡി അറിയാം 1, ബാക്കി 4 വാല്യൂ ആണ്. സോ ടോട്ടൽ 5 വാല്യൂ ആണ് നമ്മൾക്ക് വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ ആദ്യം കേക്ക് 0 ഇടുക. കേക്ക് 0 ഇടുമ്പോൾ നമ്മൾക്ക് 1 എന്ന് കിട്ടും. ആൻഡ് കേക്ക് 1ഉം എന്നിന് 5 ഇടാം. സോ അങ്ങനെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് 5 റൂട്ട്സ് കിട്ടും. അതാണ് ബേസിക്കലി nth റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ഈ പറയുന്ന ഇക്വേഷൻ. ഓക്കെ, സോ നമ്മൾക്ക് ഇനി ഫർദർ ക്വസ്റ്റ്യൻസിലോട്ട് പോയാൽ ക്ലിയർ ആവും. അതായത് സം ഓഫ് nth റൂട്ട് ഓഫ് യൂണിറ്റി ഈസ് ഓൾവേസ് 0 പറഞ്ഞതാണ്. ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് nth റൂട്ട് ഓഫ് യൂണിറ്റി -1 റേസ് ടു n - 1. അതായത് n എത്രാമത്തെ റൂട്ടാണോ അത് നമ്മൾക്ക് ആ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഡയറക്ട്ലി കിട്ടും. സോ ഈ ഒരു ചോദ്യത്തിലാണ് ചോദിച്ചത് -1/2 പ്ലസ് i√3/2 ഓൾ റേസ് ടു 1000. ഇതിന്റെ വാല്യൂ എത്രയാണ്? സോ നമുക്കറിയാം -1/2 പ്ലസ് i√3/2 എന്ന് പറഞ്ഞാൽ അത് ഒമേഗയാണ്. സോ ഒമേഗ റേസ് ടു 1000 ആണ് ചോദിച്ചത്. ഒമേഗ റേസ് ടു 1000 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് ടു 3k plus 1 ആണ്. ഒമേഗ റേസ് ടു 3k plus 1, ഒമേഗ ക്യൂബ് ആണ് 1. ഒമേഗ റേസ് ടു 3k plus 1 എന്ന് പറഞ്ഞാൽ ഒമേഗ ഇറ്റ്സെൽഫ്. സോ ആൻസർ വിൽ ബി ഒമേഗ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഒമേഗ റേസ് ടു 192 പ്ലസ് ഒമേഗ റേസ് ടു 194. സോ നമുക്കറിയാം 192, 1 plus 9 10 plus 2 12. സോ ഒമേഗ ക്യൂബ് നമുക്കറിയാം അത് എന്തിന്റെ വാല്യൂ ആണ്? ഒമേഗ റേസ് ടു 3k. സോ ഇതിനെ എനിക്ക് 1 വിളിക്കാം. പ്ലസ് ഒമേഗ റേസ് ടു 194 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് ടു 3k plus 2. ഒമേഗ റേസ് ടു 3k plus 2 എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ. സോ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് ഇവിടെ. 1 പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്കറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. സോ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മൈനസ് ഒമേഗ എന്ന് എഴുതാം. സോ നമ്മളിവിടെ ആൻസർ മൈനസ് ഒമേഗ എന്നായിരിക്കും. സോ അതും ഒരു നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്തത് if omega is a cube root of unity, then the value of 1 minus omega plus omega square all raised to 5 plus 1 plus omega minus omega square all raised to 5. നമുക്കിവിടെ 1 plus omega square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഒമേഗ. സോ നമ്മൾക്ക് എഴുതാം minus omega all raised to 5 plus 1 minus omega square plus omega. നമുക്കറിയാം 1 plus omega എന്ന് പറഞ്ഞാൽ minus omega square. സോ minus omega square all raised to 5. സോ minus 2 omega all raised to 5 plus minus 2 omega square all raised to 5. So that means minus 32 into common എടുക്കുകയാണെങ്കിൽ omega raised to 5 plus omega raised to 10 എന്ന് എഴുതാം. omega raised to 5 plus omega raised to 10 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എഴുതാം minus 32 omega raised to 3k plus 2 എന്ന് പറഞ്ഞാൽ omega square plus omega square plus omega എന്ന് പറഞ്ഞാൽ -1. that means minus 32 into -1. so which means our answer will be 32. Option B ആണ് correct answer. so അതും ക്ലിയർ ആണ്, നല്ലൊരു ചോദ്യമായിരുന്നു. ആൻഡ് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. if the fourth roots of unity are z1 z2 z3 and z4 then ഇതാണ് ചോദിച്ചത്. സോ ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് z raised to 4 is equal to 1 ആണെങ്കിൽ ഇതിന്റെ 4 റൂട്ട് 1 -1 പ്ലസ് i മൈനസ് i ഇതായിരിക്കും ഇതിന്റെ റൂട്ട്. സോ ദാറ്റ് മീൻസ് നമ്മളോട് ചോദിച്ചത് 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ പ്ലസ് i സ്ക്വയർ മൈനസ് i സ്ക്വയർ ഇത് മൊത്തം സം ചെയ്താ വിൽ ബി ഗെറ്റിംഗ് 0. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ. സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. there were some tough questions as well. നമ്മൾ ഒരുപാട് തിയറിയിലോട്ട് പോയില്ല, വൺ ഷോട്ട് ലെക്ചർ ആയതുകൊണ്ട്. സോ വീഡിയോ ഇഷ്ടമായാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദി ചാറ്റ് ബോക്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.